ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ എല്ലാ ആത്മീയ പ്രോഗ്രാം കാണുന്നതിനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതിനും ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക. ഇവിടെ കടന്നു വന്നതിൻ്റെ പലരുടെയും തെളിവുകളുണ്ട്. നിങ്ങൾ ഒരു കാലത്ത് ദൈവമില്ലാതെയും യേശുവില്ലാതെയും വചനമില്ലാതെയും ജീവിച്ച സമയവും വചനത്തിൽ വന്നതിന് ശേഷമുള്ള ടൈമും തമ്മിൽ വ്യത്യാസമുണ്ട്. മനുഷ്യജീവിതമാണ്, എന്തിനും നമുക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പ്രതിസന്ധി പെട്ടെന്ന് പരിഹരിക്കപ്പെടും, പെട്ടെന്ന് ആശ്വാസം ലഭിക്കുന്ന തലത്തിലേക്ക് നമ്മളെ മാറ്റാൻ ഇടയാകും. ഹല്ലേലൂയ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ യേശു ഒരു കുലദൈവമാണോ, അതോ യേശു സ്വർഗത്തിൽ നിന്ന് വന്ന യഥാർത്ഥ ദൈവമാണ്, യാഹ്വയാണോ? ഇതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. യേശു മറിയയിൽ നിന്ന് ശരീരം ധരിച്ചു വന്ന യേശു ആത്മാവിൽ ദൈവമാണെങ്കിലും കാണപ്പെട്ട ശരീരം അത് ഹോളി മേരിയുടെ അല്ലെങ്കിൽ യേശുവിൻ്റെ അമ്മയായ മറിയുടെ ശരീരമാണെന്ന് ആണെങ്കിൽ ആ ശരീരത്തെ നമ്മൾ മാനിക്കുമ്പോൾ, അല്ലെ ആ ശരീരത്തിലൂടെയാണ് നമുക്ക് രക്ഷ വന്നതെന്ന് അറിയുമ്പോൾ മാതാവും സഹരക്ഷകയല്ലേ? കാരണം യേശുവിൻ്റെ ശരീരം ആരുടേതാണ്? മാതാവിൻ്റെയാണ്. അതായത് ഒരു മനുഷ്യനായിട്ടൊരു ശരീരം ഉണ്ടെങ്കിൽ അതിന് ഒരു മനുഷ്യനിൽ നിന്ന് ശരീരം സ്വീകരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് മാതാവിൻ്റെ ശരീരമാണെങ്കിൽ ഉറപ്പായും ആ ശരീരം മാതാവിൻ്റെ ആയതിനാൽ രക്ഷ വരുമ്പോൾ മാതാവും കൂടെ രക്ഷയുടെ പാത്രമാവുകയാണ്. അതുകൊണ്ടായിരിക്കാം സഹരക്ഷ എന്ന് വിളിച്ചത്. ഇതിൻ്റെ എല്ലാം ശരിയായ ഉത്തരം തേടിയുള്ള യാത്രയാണ്. ഈ യാത്രയിൽ ഞാൻ നിഷ്പക്ഷമായിട്ട് നിന്നായിരിക്കും ക്ലാസ് എടുക്കുന്നത്. ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങളെല്ലാവരും മരിയ പക്ഷത്ത് നിന്നുകൊണ്ട് വേണം കേൾക്കാൻ. ഒരിക്കലും നിങ്ങൾ പ്രസംഗിക്കുന്ന ആളുടെ പക്ഷം നിൽക്കരുത്. നിങ്ങൾ നിൽക്കേണ്ടത് ആരുടെ പക്ഷമായിരിക്കണം? മരിയയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ആണ് നിങ്ങൾ ഈ ക്ലാസ് കേൾക്കേണ്ടത്. ഈ ക്ലാസ്സിൽ ലാസ്റ്റ് വരെയും നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. രണ്ട് സൈഡും പറഞ്ഞു പോകും. അതായത് യേശു മരിയയിൽ നിന്ന് ശരീരമെടുത്തു എന്ന സൈഡ് വളരെ വ്യക്തമായി പറയും. അതേപോലെ തന്നെ ശരീരം എടുത്തിട്ടില്ല എന്ന് പറയുന്നവരുടെ സൈഡും പറയും. അവസാനം നിങ്ങൾ ഡിസൈഡ് ചെയ്യാം ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ഡിസൈഡ് ചെയ്യാം. ഹല്ലേലൂയ. യേശു മരിയയുടെ ശരീരം എടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ മാതാവിനെ കളഞ്ഞുകൊണ്ട് പിന്നെ ഒരു യേശു ഉണ്ടോ, അല്ലെ അമ്മയില്ലാതെ പുത്രനുണ്ടോ എന്ന ചോദ്യം വളരെ കറക്റ്റാണ്. അമ്മയുള്ളത് കൊണ്ടാണ് പുത്രനുണ്ടായത് എന്ന് പറയുന്നത് വളരെ സത്യമാണ്. അപ്പോൾ മാതാവിനെ ഇല്ലാത്തവർ, ഈ മേരിയോളജിക്കാർ പറയാറുണ്ട്, മാതാവില്ലാത്തവർ അനാഥരാണ് എന്ന് പറയും. ഹല്ലേലൂയ. മാതാവില്ലാത്തവരാരാണ്? അനാഥരാണ്. അവർ മാതാവില്ല, അത് കാരണം അവർ അനാഥരാണ്. ഇപ്പം നിങ്ങൾ അനാഥരാണോ അതോ നിങ്ങൾ അമ്മയപ്പന്മാരൊക്കെ ഉള്ളതാണോ എന്നുള്ളതാണ്. ആദ്യകാലങ്ങളിൽ മൂന്നാം നൂറ്റാണ്ടിന് മുമ്പ് എല്ലാ വിശുദ്ധരുടെയും അമ്മ ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയുമായിരുന്നു? എൻ്റെ വിശ്വാസമാണ് എൻ്റെ അമ്മ. അപ്പൻ ആരാന്ന് ചോദിച്ചാൽ എന്ത് പറയുമായിരുന്നു? എൻ്റെ യേശുവാണ് എൻ്റെ അപ്പൻ. ഇത് പറയുമായിരുന്നു. അതുകൊണ്ട് അവരെ അന്ന് അനാഥരായിട്ട് കണ്ടിരുന്നില്ല. അവരെ നല്ല ഉഗ്രനായ അപ്പനും അമ്മയ്ക്കും ഉള്ളവരാണെന്ന് അന്നുള്ളവരെ കണ്ടിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആരാണ് അനാഥർ? നമ്മൾ മേരിയെ രക്ഷകയായും യേശുവിന് ശരീരം കൊടുത്തവളായും നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അനാഥരാണോ? ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ്. ഹല്ലേലൂയ. ഇനി നമ്മൾ നിഷ്പക്ഷമായ ക്ലാസ്സിലേക്ക് പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. യേശുവിന് ശരീരം ഉണ്ടായിരുന്നോ? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആക്ച്വലി യേശുവിന് മനുഷ്യ ശരീരം ഉണ്ടായിരുന്നു. ഇതാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നത്. നിങ്ങൾ എൻ്റെ പക്ഷത്ത് നിൽക്കരുത്, ജീസസ് വിഷൻ്റെ പക്ഷത്ത് നിൽക്കരുത്. നിങ്ങൾ നിൽക്കേണ്ടത് ആരുടെ പക്ഷത്താണ്? മേരിയോളജി, മാതാവ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നിങ്ങളുടെ മൈൻഡ് നിർത്താവൂ. സ്തോത്രം. അങ്ങനെ നിർത്തിയാലേ ഞാൻ എടുക്കുന്ന ക്ലാസ്സിൽ നിങ്ങൾ എന്നെ വിമർശിക്കാതെ നിങ്ങൾക്ക് മരിയയിലുള്ള വിശ്വാസത്തിൽ വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരെയും മരിയയുടെ വെറുപ്പ് മാറ്റാനാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ മേരിയോട് ഒരു വെറുപ്പ് നിങ്ങൾക്ക് തോന്നത്തില്ല. ഹല്ലേലൂയ. യേശു ആരാധന. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം. യേശുവിന് ശരീരം ഉണ്ടായിരുന്നോ? ഇതാണ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അത്? മനുഷ്യ ശരീരമാണോ അതോ ദൂതന്മാരുടെ ശരീരമാണോ? മനുഷ്യ ശരീരമാണെങ്കിൽ എല്ലാം ഉണ്ട്.
വിശപ്പ്, ദാഹം, പിന്നെ എല്ലാം കാണും. മനുഷ്യ ശരീരം ആണെങ്കിൽ എല്ലാ അവയവങ്ങളും ഉണ്ടായിരുന്നല്ലോ യേശുവിന്. ഒരു ഹ്യൂമൻ ബോഡിക്ക് വേണ്ട എല്ലാ അവയവങ്ങളും ഉണ്ടായിരുന്നു. കാരണം ദൈവം ആദത്തെ നിർമ്മിച്ചപ്പോൾ എല്ലാ അവയവങ്ങളും ഉള്ള എല്ലാ ഓർഗൻസും യേശുവിനും ഉണ്ടായിരുന്നു. ഇത്രയും മനസ്സിലാക്കിക്കോളൂ. യോഹന്നാൻ്റെ സുവിശേഷം 1:14 വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 1:14 അനുസരിച്ചിട്ട് നമ്മൾ ശ്രദ്ധിച്ചു നോക്കാം. വചനം മാംസമായി, വചനം ജഡമായി തീർന്നു. വചനം മനുഷ്യ ജഡമായി മാറി. അപ്പോൾ എല്ലാ ഓർഗൻസും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ വ്യാഖ്യാനം. മനുഷ്യൻ്റെ ജഡമായി മാറി. അടുത്തത് വായിക്കുമ്പം നമ്മുടെ ഇടയിൽ വസിച്ചു. എന്നിട്ട് ആ ജഡമായി മാറിയതിന് ശേഷമാണ് ആരുടെയിൽ വസിച്ചത്? മനുഷ്യരുടെ ഇടയിൽ വസിച്ചത്. അപ്പോൾ യേശുവിൻ്റെ ബോഡി ഒറിജിനലായി മനുഷ്യൻ്റെ ശരീരം തന്നെയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ മനുഷ്യ ജഡമുള്ള യേശു ക്രിസ്തു ദൈവമാകാനായിട്ട് സാധിക്കുമോ? പ്രത്യേകിച്ച് ഇസ്ലാമിസ്റ്റുകളൊക്കെ പറയുന്നത് പോലെ. ഇതാണ് എൻ്റെ അടുത്ത ചോദ്യം. ജോയലിന് പറയാം, അറിയാവുന്നത് പറഞ്ഞോ. സാധിക്കും. മനുഷ്യ ജഡമാണെന്ന് എടുത്തിരിക്കുന്ന യേശു. അപ്പോൾ അതെങ്ങനെ ദൈവവും? ദൈവത്തിൻ്റെ അസ്തിത്വം അല്ല, പറഞ്ഞു, ഉറക്കെ പറഞ്ഞോ. ദൈവത്തിൻ്റെ അസ്തിത്വം. ദൈവത്തിൻ്റെ ഒരു എല്ലാം ഉണ്ട്. ആത്മാവെല്ലാം ദൈവമാണ്, ശരീരം മനുഷ്യൻ്റെതാണ്. കാണപ്പെടുന്നു. കാണപ്പെടുന്ന ശരീരം ആരുടേതാണ്? മനുഷ്യൻ്റെതാണ്. പറയണം, മൈക്കെടുത്ത് വെച്ചോണം, ചോദ്യം വരും. നിങ്ങളൊക്കെ സ്റ്റേജിൽ ഇരുന്ന് നിങ്ങൾ ഉത്തരം പറയാനും വചനത്തിനെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ തയ്യാറാവണം. പറഞ്ഞോ, നിങ്ങളുടെ ഐഡിയയിൽ എന്താണ്? ജസ്മിൻ്റെ ഐഡിയയിൽ കർത്താവിനെ ആരാധിക്കുന്ന ആളല്ലേ? പറഞ്ഞോ, യേശുവിനെ ഉറക്കെ പറഞ്ഞോ. മൈക്കില്ല. ഹല്ലേലൂയ. വചനം മാംസം ധരിച്ച് വന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം യേശുവിൻ്റെ ജനനവും പരിശുദ്ധാത്മാവിലൂടെയാണ് ഉണ്ടായിരിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ യേശു ദൈവം തന്നെയാണ്. ദൈവത്തിന്റെ ശരീരം ആരുടെ? ശരീരം ഏതാ? ശരീരം മനുഷ്യന്റെയാണ്. ശരീരം മനുഷ്യന്റെ. അതെ, മനുഷ്യന്റെ ശരീരം ധരിച്ചിട്ടാണ് വന്നിരിക്കുന്നതെങ്കിലും ആത്മാവ് പരിശുദ്ധാത്മാവിന്റെയും ദൈവത്തിന്റെ പദ്ധതി. ഒരേ സമയത്ത് മനുഷ്യന്റെ ശരീരവും അകത്തെ ആത്മാവ് ആരുടേതാണ്? ദൈവത്തിൻ്റെതുമാണ്. അങ്ങനെയാണ് ജസ്മിൻ പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. പറഞ്ഞോ. അബുദാബി പ്രയർ ഗ്രൂപ്പ് ലീഡർ പറഞ്ഞു. യേശുവിൻ്റെ ശരീരം യുഗങ്ങൾക്ക് മുമ്പേ സ്വർഗത്തിൽ സജ്ജമാക്കപ്പെട്ടതായിരുന്നു. ആ ശരീരമാണ് വചനമായി എവിടെ വന്നെന്ന്? മറിയത്തിൻ്റെ ഉള്ളിൽ. അപ്പം നേരത്തെ ശരീരം ഉണ്ടായിരുന്നു, ആ ശരീരമാണ് വന്നത്. അതാണ് പറയുന്നത്. അപ്പോൾ ആ ശരീരം എങ്ങനെ മനുഷ്യൻ്റെതാകും? അതെ. അപ്പോൾ മേളിൽ സൃഷ്ടിക്കപ്പെടുമ്പം അത് മനുഷ്യൻ്റെ ജഡരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ പറ്റത്തില്ല. നേരത്തെ സൃഷ്ടിക്കപ്പെട്ടതാണ്, പക്ഷേ ജഡരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ ശരീരം എവിടെ നിന്ന് വന്നു? അത് നമുക്കിപ്പോൾ നമ്മൾ 1 തിമോത്തി, ഇന്ന് നിങ്ങൾ മാതാവിനെ കളഞ്ഞു കിടക്കുന്ന എല്ലാത്തിനെയും ഞാൻ മാതാവിലെത്തിക്കും. പണ്ട് എൻ്റെ ഒറ്റ ക്ലാസ്സിൽ ആൾക്കാരിരുന്ന് കരയായിരുന്നു. മാതാവിൻ്റെ മധ്യസ്ഥത്തിൻ്റെ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ കൂട്ടം നിലവിളിയായിരുന്നു. അങ്ങനെ എടുത്ത് ഞാൻ ഒരിക്കലും ഉയരാത്തത് എന്തൊരു ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഞാൻ യേശുവിലേക്ക് തിരിച്ചു വന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇന്നതല്ല, ഇന്ന് നിങ്ങളുടെ ഇടപാട് ഞാൻ തീർക്കും. ഹല്ലേലൂയ. ശരി, 1 തിമോത്തി 3:16. നമ്മുടെ മതത്തിന്റെ രഹസ്യം ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. നമ്മുടെ മതത്തിന്റെ രഹസ്യം എന്താണ്? പറഞ്ഞേ. ശ്രേഷ്ഠമാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അടുത്തത്, ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടവൻ. ശരീരത്തിൽ 66 പുസ്തകം കൂടെ വായിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇംഗ്ലീഷും കൂടെ വായിക്കണം. ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് ദൃശ്യനായി. 66 പുസ്തകത്തിൽ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു അല്ലേ? അതായത് ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. അവൻ ശരീരത്തിലാണ് വന്നത്. പക്ഷേ പരിശുദ്ധാത്മാവിൽ എന്ത് സംഭവിച്ചു? ആ ശരീരത്തെ എന്ത് ചെയ്തു? നീതീകരിച്ചു. അടുത്തത് വായിച്ചോ. ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ അവൻ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ ധർമ്മം. ഇതൊരു രഹസ്യമാണ്. ശരീരത്തിലാണ് വരുന്നത്, ജഡശരീരത്തിലാണ് വരുന്നത്, മനുഷ്യ ശരീരം. ആത്മാവിൽ എന്തു ചെയ്തു? ആ ശരീരം മുഴുവൻ നീതീകരിക്കപ്പെട്ടു. ഇതാണ് സംഭവിച്ചത്. അവിടെയും ശരീരത്തിൽ വന്നോ? അതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്, ശരീരത്തിൽ അപ്പോൾ അത് ദൈവമാകുമോ? ശരീരത്തിൽ വന്നു, ആത്മാവ് നീതീകരിക്കപ്പെട്ടു, അപ്പോൾ അതങ്ങനെ ദൈവമാകും? പക്ഷേ അടുത്ത വാക്യം എന്താ പറയുന്നത്? ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. ആത്മാവിൽ നീതീകരിക്കപ്പെട്ടാൽ ദൂതന്മാർക്ക് പ്രത്യക്ഷനാവും. ഹനോക്ക് പ്രത്യക്ഷനായില്ലേ? അടുത്തത് ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. തേജസ്സിൽ എടുക്കപ്പെട്ടു. ഹനോക്ക് എടുക്കപ്പെട്ടു. തേജസ്സിലാണോ എന്നറിയില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് ഉറപ്പായി, യേശുവിൻ്റെ ശരീരം മനുഷ്യൻ്റെത് തന്നെയാണ്, അത് ദൂതൻ്റെ അല്ല എന്ന് നമുക്ക് ഉറപ്പായി. ചിലവർ പറയും യേശുവിൻ്റെ ശരീരം ദൂതനാണ്, മനുഷ്യനെ പോലെ കാഴ്ചയിൽ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ആക്ച്വലി ദൂതൻ തന്നെയാണ്. ഒരു ദൂതനെ പോലെ പരിശുദ്ധമായ, കാരണം അദ്ദേഹം ദൈവമാണ് എന്ന് പറയും. അപ്പോൾ ഒരു ദൂതന് യഹൂദ സ്ത്രീയുടെ ഉദരത്തിൽ കടക്കാൻ പറ്റത്തില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഒരു ദൂതൻ, ദൈവിക ചൈതന്യം, ദൈവിക മെസ്സേജ് ഉൾക്കൊള്ളുന്ന ഒരു ദൂതൻ മറിയത്തിൻ്റെ ശരീരത്തിൽ ഉദരത്തിൽ കിടക്കണമെങ്കിൽ ഒരു മനുഷ്യ കുഞ്ഞ് വേണം കിടക്കാൻ. ഹല്ലേലൂയ. ഇനി കുറച്ച് വചനത്തിലൂടെ നമ്മളൊന്ന് പോയിട്ട് കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. 1 പത്രോസ് 3:18 ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏറ്റു. ദൈവം മരിച്ചില്ല. അവിടെ നിങ്ങൾ ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തേക്കണം. ദൈവം മരിച്ചോ എന്ന ചോദ്യം ഉണ്ടെങ്കിൽ ദൈവം മരിച്ചില്ല. മരിച്ചത് എവിടെയാണ്? ജഡത്തിൽ മരണശിക്ഷ ഏറ്റു. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന ജഡം ധരിച്ചു, അല്ലെങ്കിൽ മനുഷ്യ ശരീരം ധരിച്ചു എന്ന് പറയുന്ന ആ ശരീരം മരണശിക്ഷ ഏറ്റു. ദൈവത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ദൈവത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ജഡത്തിൽ മരണശിക്ഷ ഏറ്റു, ഇതാണ് പറയുന്നത്. അല്ലാതെ നിങ്ങളുടെ ദൈവം മരിച്ചോ എന്ന് വെച്ചാൽ ദൈവം മരിച്ചിട്ടില്ല, ജഡത്തിൽ മരണശിക്ഷ യേശു ഏറ്റു. ഇത്രയും പിടികിട്ടിയോ? ഹല്ലേലൂയ. അത് 18 വായിച്ചത്. എന്നാൽ മറ്റൊരു വചനം കൂടെ നമുക്ക് വായിക്കാം. 1 കൊരിന്തോസ് 15:45 വായിച്ചാലോ? ഒന്നാം മനുഷ്യനായ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന്. ഒന്നാം മനുഷ്യനായ, ഞാൻ ഈ വചനങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു തരാം. നിങ്ങളിപ്പം ഈ വചനങ്ങൾ ആദ്യമേ നിങ്ങളുടെ തലച്ചോറിലേക്ക് കയറട്ടെ. ഒന്നാം മനുഷ്യനായ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു. ആദ്യം ദൈവം നിർമ്മിച്ച ആദം എന്ത് ചെയ്തു? ആദം എന്തായി? അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. എങ്ങനെയുള്ള ദേഹിയാണ്? മറന്നു പോകരുത്. എങ്ങനെയുള്ള? നമ്മളെ പോലുള്ള ഒരു അനുകൂലത്ത് ദേഹിയായിരുന്നോ? അല്ല. എന്തായിരുന്നു? ജീവനുള്ള ദേഹി എന്ന് പറഞ്ഞതിന് അർത്ഥം ആർക്ക് പറയാം? ആദത്തെ ദൈവം നിർമ്മിച്ചപ്പോൾ ആദത്തിൻ്റെ ബോഡി എങ്ങനെ ആയിരുന്നു? അതെന്തുവാണ്? പറയാമോ? ആർക്കെങ്കിലും ഉത്തരം പറയാമോ? ദൈവത്തിൻ്റെ അല്ല, ജീവനുള്ള ദേഹി എന്ന് ആര് പറയുന്നു? അവർക്ക് ഞാൻ സ്പിരിച്വൽ ഗിഫ്റ്റ് തരുന്നതായിരിക്കും. തമാശ അല്ല. ദൈവത്തിൻ്റെ റൂഹ്, ദൈവത്തിൻ്റെ ആത്മാവിന് ഊതി. അല്ല 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 ഒരിക്കലും മരണമില്ലാത്ത ശരീരമായിരുന്നു, മരണമില്ലാത്ത ശരീരമായിരുന്നു. ദൈവം നിർമ്മിച്ചപ്പോൾ എന്ത് ശരീരത്തോടു കൂടി ആദത്തെ നിർമ്മിച്ചത്? മരണമില്ലാത്ത ശരീരത്തെ. അതായത് ഏലീശയ്ക്ക് ദൂതൻ കൊടുത്ത ഗിഫ്റ്റായിരുന്നു ഒരു അപ്പവും വീഞ്ഞും, 40 രാവും 40 പകലും കൂടി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, എന്താണ്? ജീവനുള്ള ഒരു ദേഹിയായിരുന്നു ആർക്ക് ലഭിച്ചത്? ആദത്തിന്. പാപം ചെയ്തപ്പോഴാണ് ആദത്തിൻ്റെ ദേഹി എന്തായി മാറിയത്? മരണം ആ ദേഹിയിലേക്ക് കടന്നു വന്നത് പാപം ചെയ്തപ്പോഴാണ്. ആ പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചോണം. ആദത്തിനെ ഒരു അമ്മയില്ലാതെ ഒരു അപ്പനുമില്ലാതെ ദൈവം മണ്ണിൽ നിന്ന് എടുത്ത് ജീവനുള്ള ദേഹിയാക്കി മാറ്റാൻ ദൈവത്തിന് കഴിവുണ്ട്. മനസ്സിലാക്കിക്കോ. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഹല്ലേലൂയ. പാപം വന്നപ്പോൾ എന്ത് മാറി? ആ ദേഹി എന്ത് മാറി? മരണമുള്ള ദേഹിയായി മാറി. മരണമുള്ള ദേഹിയായി മാറിയപ്പോൾ അതിന് ശേഷമാണ്, മരണമുള്ള ദേഹിയായതിന് ശേഷമാണ് തലമുറകൾ ഉണ്ടായത്. ആ ഉണ്ടായ തലമുറകളിലെല്ലാം എന്തുണ്ട്? മരണമുള്ള ദേഹിയുണ്ട്. നമ്മൾ ആ പോയിന്റ് നോട്ട് ചെയ്തോ? ഉണ്ടായ തലമുറകളിലെല്ലാം എന്തുണ്ട്?
മരണമുള്ള ദേഹിയുണ്ട്. യേശു ആരാധന. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, യേശു ആരാധന, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എവിടെ ക്ലാസ് എടുത്തത്? 1 കൊരിന്ത്യർ 15:45 അല്ലേ? ഒന്ന് വായിച്ചോ. ഒന്നാം മനുഷ്യനായ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു. ഒന്നാം മനുഷ്യനായ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അതിന്റെ ഒരു 16 കൂടെ അങ്ങ് വായിച്ചോ, അപ്പൊ തീരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. ക്രിസ്തു മനുഷ്യ ശരീരം എടുത്തു, അതുകൊണ്ട് ക്രിസ്തുവിന് ഉയർപ്പൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതം മൊത്തം പോയി. അപ്പോൾ അതിൻ്റെ അത് 15-16 തന്നെ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം വെറുതെയാണ്. നമ്മൾ എന്തായാലും ഒരു മനുഷ്യ ശരീരം ധരിച്ചാലും നമുക്കെന്തുണ്ട്? ഒരു ഉയർപ്പുണ്ട്. അപ്പോൾ ഞാൻ ആ വചനത്തിൽ നിന്ന് പറയുന്നത്, നമ്മളിൽ മനുഷ്യ ശരീരമുണ്ട്, നമുക്കൊരു ഉയർപ്പുണ്ട് എന്ന് ദൈവത്തിന് നമ്മളെ കാണിക്കണമെങ്കിൽ നമ്മുടെ ദൈവം നമ്മുടെ അതേ ശരീരത്തിൽ വന്നാലല്ലയോ ഉയർത്താൽ അർത്ഥമുള്ളൂ. ഹല്ലേലൂയ, ശരിയാണോ? വേറൊരു ശരീരത്തിൽ വന്നിട്ട് ദൈവം ഉയർപ്പ് കാണിച്ചു കഴിഞ്ഞാൽ അർത്ഥമുണ്ടോ? ഇല്ല. അപ്പോൾ ദൈവത്തിന് ഭൂമിയിൽ നിന്നൊരു ശരീരം എടുത്തേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വചനം കൂടെ വായിച്ചിട്ട് ഞാൻ വ്യാഖ്യാനങ്ങളിലേക്ക് വരാം. മാംസം ഒരിക്കലായി യേശു അർപ്പിച്ചു എന്ന് പറയുന്ന വചനമാണ് എബ്രായർ 9:11-12 അല്ലേ? യേശുവിൻ്റെ ശരീരം ഒരിക്കൽ മാത്രമായിട്ട് അർപ്പിച്ചു എന്ന് പറയുന്നത്. നിങ്ങൾ ആ വചനം കൂടെ ഒന്ന് വായിക്കാമോ? 9:11. ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയില്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവേറിയുമായ ഒരു കൂടാരത്തിൽ കൂടി യേശുവിൻ്റെ രക്തവും നിങ്ങളുടെ മനുഷ്യൻ്റെ രക്തവും തമ്മിൽ യാതൊരു ബന്ധമില്ല എങ്കിൽ നമുക്ക് വേണ്ടി മറുവിലയാകുന്നത് എങ്ങനെയാ ജോയലെ? പറ. നമുക്ക് വേണ്ടി മറുവിലയാകണമെങ്കിൽ മനുഷ്യൻ്റെ ബ്ലഡ് എവിടെ വരണം? യേശുവിൽ വരണം. യേശുവിൽ മനുഷ്യൻ്റെ ബ്ലഡ് വരാതെ എങ്ങനെ നമ്മുടെ മറുവിലയായിട്ട് യേശു എന്ത് അർപ്പിക്കാൻ പോകും? കൈപ്പണിയല്ലാത്ത ക്ഷേത്രത്തിലേക്കാണ്, ആലയത്തിലേക്കാണ് യേശു പോയത്. ഒരു മനുഷ്യനും ഉണ്ടാക്കിയ ദേവാലയത്തിലല്ല, സ്വർഗീയ ശ്രീകോവിലിൽ പോയിട്ടാണ് നമുക്ക് വേണ്ടി ബലിയർപ്പണം നടത്തിയിരിക്കുന്നത്. പക്ഷേ അത് നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രക്തമാണെങ്കിൽ എങ്ങനെ അത് ശരിയാകും? ഹല്ലേലൂയ. അതാണ് എൻ്റെ ചോദ്യം, അതാണ്. അപ്പം നമ്മുടെ ചാർച്ചക്കാരനായിട്ട് വന്നേ പറ്റത്തുള്ളൂ യേശു. ഇതാണ്. അപ്പം ഇനി യേശുവിൻ്റെ ശരീരം മനുഷ്യൻ്റെ ശരീരം തന്നെയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാമോ? ഞാൻ മുന്നോട്ട് പോട്ടെ. ഉറപ്പിക്കാമോ? അല്ലെ ദൂതൻ്റെ ആണോ? അല്ല, മനുഷ്യൻ്റെ ആണോ? മനുഷ്യൻ്റെയാണ്. അങ്ങനെ മനുഷ്യൻ്റെ ശരീരമാണെങ്കിൽ ഞാൻ നിങ്ങളടുത്ത് തുറന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇവിടെ മെഡിക്കലിൽ ജോലി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് ഇവിടെ. നിങ്ങളടുത്ത് ഞാൻ തുറന്ന് ചോദിക്കാം, യേശുവിന് ലൈംഗികമായ മേഖല ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു? മെഡിക്കലിൽ ജോലി ചെയ്യുന്നവർ പറഞ്ഞു. മനുഷ്യൻ്റെ ശരീരമാണെങ്കിൽ സ്വാഭാവികമായ ക്വസ്റ്റ്യനാണ്, നിങ്ങളുടെ എല്ലാം ഉള്ളിയിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഉണ്ടായിരുന്നോ ഇല്ലയോ? ഇപ്പോൾ പെൺപിള്ളേർ പോകുന്ന സമയത്ത് എല്ലാ വിശുദ്ധരും പെൺപിള്ളേരെ നോക്കത്തില്ല. പെൺപിള്ളേർ വരുമ്പോൾ നമ്മളെല്ലാവരും സ്തോത്രം, പിശാച് വരുന്നു, കണ്ണടച്ച് ഇങ്ങനെ നിൽക്കുന്നു. ചുമ്മാ ഉടായിപ്പോൾ എല്ലാം വരും നോക്കും. കാരണം അവൻ മനുഷ്യനാണ്, അവൻ ഹ്യൂമൻ ബോഡിയാണ്. അവൻ ആൾക്കാരെ നോക്കാതിരിക്കത്തൊന്നുമില്ല, അവൻ എല്ലാവരെയും നോക്കും. ആത്മാവായ ദൈവം ജഡം സ്വീകരിച്ചാൽ ആ ജഡത്തിൽ ജഡീകാസക്തി ഉണ്ടാകാതിരിക്കുമോ? പുരുഷനാണ്, ആണായിട്ടാണ് പറഞ്ഞത്. 33 വയസ്സുണ്ട്. 16-17 ഹോർമോൺ ചേഞ്ചിൻ്റെ സമയമാണ്. അല്ല, 12 മുതൽ 16 വരെ നല്ല ഹോർമോൺ ചേഞ്ചിൻ്റെ ടൈമാണ്. ആ ടൈം എങ്ങനെ അതിജീവിച്ചു? ഒരു 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ടൈം എങ്ങനെ എന്തു ചെയ്തു? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. നിങ്ങൾ എല്ലാവരും കുമ്പസാരിക്കാൻ പോകുന്നവരാണെങ്കിൽ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം. നിങ്ങൾ കുമ്പസാരിക്കാൻ ചെല്ലുന്ന അച്ഛനോട് നിങ്ങൾ പറയുക, അച്ഛാ എനിക്ക് കൂടെ ആസക്തി ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ട് ആ പാപം ഒന്ന് അഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളത് പറയുക. അച്ഛൻ പറയും, മോനെ അതൊന്നും ഒരു പാപമല്ല, കാരണം അതൊക്കെ മനുഷ്യ ശരീരമാണ്. അങ്ങനെ ഉപദേശം തരത്തുള്ളൂ. കാരണം കുമ്പസാരക്കൂട്ടി ഇരിക്കുന്ന അച്ഛനും
ഈ ഹ്യൂമൻ ബോഡി ഉണ്ട്. അയാൾ പാവം ഇങ്ങനെ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പുള്ളിക്കും ഇങ്ങനെയൊക്കെ ഉള്ളത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്ക് കള്ളം പറയാൻ പറ്റാത്തത് കാരണം പുള്ളി പറയും ഇതൊരു മനുഷ്യ ശരീരമാണ്, ഇതിൻ്റെ അകത്ത് ഇതെല്ലാം ഉണ്ട്, കൂടെ ആസക്തിയൊക്കെ ഉണ്ടാവും എന്ന് കുമ്പസാരക്കൂടെ. അതായത് ഭൂമിയിലുള്ള ഒരു അച്ഛനും ഒരു ഭജനപ്രഘോഷകനും ആരും നീതിമാന്മാരായിട്ട് ആരും ഇല്ല. ഇതാണ് സത്യമായ കാര്യം. ഇതാണ് ഇങ്ങനെ ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഉച്ചയായില്ലേ, വിശപ്പായി തുടങ്ങിയില്ലേ, രാവിലെ കഴിച്ചുകൊണ്ട് വന്നില്ലേ, ഇന്ന് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഡബിൾ കഴിച്ചു കാണും, വൈകുന്നേരം ഇല്ലേ കഴിക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു പോകണം. അപ്പോൾ ഇത് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വിശപ്പിൻ്റെ ഹോർമോൺ അത് അതിൻ്റെ പേര് പറയാമോ? മെഡിക്കൽ ഇരിക്കുന്നവർക്ക് പറയാമോ? ഇതൊക്കെ അറിയാമായിരുന്നുണ്ടെങ്കിൽ എപ്പോഴേ OIT പാസ്സായതിനെ. വിശപ്പുണ്ടാക്കുന്ന ഹോർമോൺ ഏതാണെന്നറിയോ? നിങ്ങൾ ഗൂഗിളിൽ തപ്പിയാലൊക്കെ തെറ്റും. 3-4 ഇത് സാധനങ്ങൾ ചേർന്നാണ് വിശപ്പുണ്ടാക്കുന്നത്. 3-4 ഇതുണ്ട്. ശരി, അതേ ഹോർമോൺ തന്നെയാണ് സെക്സും ഉണ്ടാക്കുന്നത്. വിശപ്പ് നിങ്ങൾക്കുണ്ടോ ആ വ്യക്തിയിൽ എന്തുണ്ട്? സെക്സും ഉണ്ട്. നിങ്ങൾ മെഡിക്കലിൽ ഇതൊന്ന് തിരുത്തി ഒന്ന് പഠിപ്പിച്ചതാണ്. ഹല്ലേലൂയ. കറക്റ്റാണോ? എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് നോക്ക്. എൻ്റെ ചോദ്യം, യേശുവിന് വിശപ്പുണ്ടായോ? യേശുവിന് സങ്കടം ഉണ്ടായിരുന്നോ? യേശു കരഞ്ഞായിരുന്നോ? അപ്പോൾ യേശുവിന് എന്തൊക്കെയുണ്ട്? ഈ ഫീലിങ്സൊക്കെ ഉണ്ട് അല്ലേ? ഇമോഷണൽ ക്യാരക്ടറുള്ള ആളാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹോർമോണൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ യേശുവിന് എന്തുണ്ട്? എന്നാൽ പറ, യേശുവിന് എന്തുണ്ട്? സത്യമായി നിഷ്കളങ്കതയോട് ഉത്തരം പറയുന്നവർ യേശുവിന് ഇഷ്ടമാണ്. ജോയൽ പറ, എന്തുണ്ട് യേശുവിന്? എല്ലാ മനുഷ്യരുടെ എല്ലാ വികാരങ്ങളും ഉണ്ട്. പാപം ഒഴികെ ബാക്കി എല്ലാ മനുഷ്യരായിട്ട് തന്നെയാണ് കാണപ്പെട്ടത്. എല്ലാം ഉണ്ട്. അതെന്താ? യേശുവിന് ഹോർമോൺ ഇല്ലേ? ഉണ്ട്. അല്ല, വിശപ്പില്ലേ? ഉണ്ട്. അപ്പോൾ പിന്നെ ഇതെന്താ ഇല്ലാത്ത? ഉണ്ട്. അപ്പോൾ യേശുവിനുണ്ട്. യേശുവിന് തീർച്ചയായിട്ടും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ എങ്ങനെയാടാ ഇങ്ങനെ ഒരാളെ ദൈവമായിട്ട് കാണുന്നത്? എങ്ങനെയാ? ഇങ്ങനെ ഒരാളെ യേശുവേ എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നത് എങ്ങനെ? അപ്പോൾ അദ്ദേഹത്തിന് മുകളിൽ ഇതൊന്നും ഇല്ലാത്തൊരാളുണ്ട്, യാഗുവേ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആരുടെ അടുത്താണ്? യാഗുവേ അടുത്താണ് പ്രാർത്ഥിക്കേണ്ടത്. ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇതാണ്. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. യേശുവിന് ലൈംഗികമായ ഒന്നുമില്ലായിരുന്നു എന്ന് ഇതിൽ ഉറച്ചു നിൽക്കുന്നവരുണ്ടോ? ആരും ഒന്നും മിണ്ടുന്നില്ല. പറഞ്ഞേ, യേശുവിൽ ലൈംഗികമായ വികാരങ്ങളും വിചാരങ്ങളും ഉള്ള ആളായിരുന്നു എന്ന് നിങ്ങൾ എഗ്രി ചെയ്യാമോ? യെസ്, പുള്ളിക്കും ഉണ്ടായിരുന്നു ഇതെല്ലാം. ചെയ്തോ? പിന്നെ ഇതെങ്ങനെ ഈ ചെയ്തവരൊക്കെ പറഞ്ഞേ എങ്ങനെ നിങ്ങളുടേത് ഗോഡാകും? ആരും ഒന്നും മിണ്ടുന്നില്ല. ലീഡേഴ്സ്, ജോമോൻ എന്തെങ്കിലും മിണ്ടുണ്ടോ? മനോജ് ബ്രദർ എന്തെങ്കിലും പറ മനുഷ്യ, അല്ല എന്നാലും അനുഗ്രഹം കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് പൂർണ്ണ മനുഷ്യനുണ്ടോ? അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാം ഇല്ലേ? അപ്പം അത് തന്നെ, പരിശുദ്ധാത്മാവിൽ ഉയർന്ന അഭിഷേകം ഉണ്ടെങ്കിൽ മനുഷ്യനിൽ നിന്ന് വേറിട്ട് നിൽക്കുമെന്ന്. മനുഷ്യനെ പോലെ ജീവിക്കണമെങ്കിൽ എല്ലാം ഉണ്ടാവണം. ഹല്ലേലൂയ. അതെ, മനുഷ്യരിലും പരിശുദ്ധാത്മാവ് വരുമല്ലോ, അല്ലേ? ശരി, എന്നാൽ ഈ വചനം ഞാനിപ്പോൾ ഒരു വചനം എടുക്കാം. ആ വചനത്തിന് നിങ്ങൾ ഉത്തരം പറയണേ. എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 4-15 വാക്യം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മെ പോലെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. എല്ലാ ഫീലിങ്ങും ഉണ്ടായിരുന്നു, പക്ഷെ പുള്ളി ഒന്നിനും പോയില്ലെന്നാണ്. അങ്ങനെയല്ലേ ഈ വചനം? അതായത് നമ്മെപ്പോലെ എല്ലാ കാര്യങ്ങളും പരീക്ഷിക്കപ്പെട്ടവനാണ്. അപ്പോൾ എല്ലാ ഫീലിങ്ങും ഉണ്ടായിരുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. ഇനി പറ, ഞാൻ പറഞ്ഞതിൽ അത് കാര്യമുണ്ടോ? നമ്മളെപ്പോലെ ആയിരുന്നോ? അതെ. ആയിരുന്നോ? അല്ലയോ? ആയിരുന്നു. പക്ഷെ എന്തു ചെയ്തില്ലെന്നാ പറയുന്നത്? പാപം ചെയ്തില്ല. നമ്മെപ്പോലെ എന്തുണ്ടായിരുന്നു? വിശപ്പും ദാഹവും വികാരവും വിചാരങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും പെണ്ണുങ്ങൾ പോയപ്പോൾ എന്ത് ചെയ്തു?
അതും കൂടെ പറയണം. അല്ലാതെ എല്ലാവരും മാതാവ് ഇങ്ങനെയാണ് എന്ന് മാത്രമേ പഠിക്കൂ. മാതാവ് ഒരു കുടുംബത്തിൽ ജീവിച്ചതാണ്. ഒരു അമ്മായിമ്മ മാതാവിനുണ്ടായിരുന്നു, ഒരു സഹോദരങ്ങളുണ്ടായിരുന്നു, യേശുവിനെ എതിർക്കുന്ന ബന്ധുക്കളുണ്ടായിരുന്നു. അവിടെ മാതാവ് എന്ത് സംസാരിച്ചു, എങ്ങനെയാണ് ഇടപെട്ടത്, ഇതൊന്നും ആരും സംസാരിക്കത്തില്ല. നമ്മുടെ തലച്ചോറിൽ ഇങ്ങനെ വെച്ച് വന്നിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അങ്ങനല്ല, എല്ലാം കൂടെ ഒന്ന് അരിച്ചു പറക്കും. ഹല്ലേലൂയ. യേശുവിനെ ഇപ്പം കണ്ടോ, എല്ലാ തരത്തിലും ചെക്ക് ചെയ്തിട്ടേ വിശ്വസിക്കുന്നുള്ളൂ. അതാ സത്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പിക്കട്ടെ, ഞാനിത് മുന്നോട്ട് പോട്ടെ. എന്തൊക്കെ ഉണ്ടായിരുന്നു? സ്ത്രീകൾ പോയപ്പോൾ പള്ളിപ്പെരുന്നാളിന് റാസയായിട്ട് സ്ത്രീകൾ ജെറുസലേമിൽ പോയപ്പോൾ യേശു ക്രിസ്തു എന്തു ചെയ്തു? അല്ല പറഞ്ഞേ, ജോയൽ മൈക്ക് കൂടെ പറഞ്ഞേ. കർത്താവ് നോക്കിക്കൊണ്ടിരിക്കും. കർത്താവ് നോക്കിക്കൊണ്ടിരിക്കും. കാരണം നമ്മെപ്പോലെ എല്ലാ ക്യാരക്ടറും ഉണ്ടായിരുന്നു. നീ മിക്കവാറും ചുമ്മാ അല്ല. ഞാനൊക്കെ സത്യം പറഞ്ഞുകൊണ്ടല്ലോ, ഒരു വർഷം നിരീശ്വരവാദിയായിരുന്ന സമയത്ത് ഈ ബൈജു ബ്രദർ എപ്പോഴും പറയും, അച്ഛാ നിരീശ്വരവാദി ആവാഞ്ഞത് കാര്യമായിന്ന്. അപ്പം ഞാൻ പറഞ്ഞ കേട്ടോണേ, ഇത് നിങ്ങൾ കേട്ടോ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27 28 വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കാൻ പോവുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27 28 വാക്യങ്ങൾ. വ്യഭിചാരം ചെയ്യരുതെന്ന് ശിഷ്യന്മാരെ വിളിച്ചിട്ട് യേശു പറഞ്ഞു, വ്യഭിചാരം ചെയ്യരുതെന്ന് അരുൾ ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, സ്ത്രീയെ മോഹിക്കേണ്ടതിന്, സ്ത്രീയെ പള്ളിപ്പെരുന്നാളിന് നോക്കേണ്ടതിന്, അവളെ നോക്കുന്നവൻ അവളെ നോക്കുന്ന ജോയല് എല്ലാ ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. യേശു ഇപ്പം എന്താ പറഞ്ഞത്? യേശു ഇപ്പം എന്താ പറഞ്ഞത്? ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? സ്ത്രീയെ ആസക്തിയോടെ നോക്കാൻ പോലും പാടില്ല. പ്രൈസ് ദി ലോർഡ്. അത്ര ക്വാളിറ്റി യേശുവിലുണ്ടെങ്കിൽ 12 വയസ്സിൽ നമ്മുടെയൊക്കെ അപ്പൂപ്പൻ്റെ കാലത്ത് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. വലിയ അമ്മൂമ്മമാർ വന്നിരുന്ന് ഇങ്ങനെ പറയും, ബ്രദറെ വന്ന് പറയും, മോനെ ആ അമ്മച്ചി കല്യാണം കഴിച്ചത് ഈ വീട്ടിൽ വന്നത് 12ാമത്തെ വയസ്സിലാണ് എന്ന് പറയും അല്ലേ. 11ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച് വന്ന ഒരു അമ്മച്ചിയെ പോലെ ഞാൻ ഒരു 27 വർഷത്തിന് മുമ്പ് കൗൺസിൽ ചെയ്തിട്ടുണ്ട്. എത്ര വയസ്സിലാണ്? 11. ഞാൻ കള്ളം പറയരുത്, വയസ്സ് തെറ്റരുത്. പക്ഷെ അന്നത്തെ കാലത്തൊക്കെ ഈ പെമ്പിള്ളാരെ കണ്ടു കഴിഞ്ഞാൽ ഈ 12 വയസ്സാകുമ്പോഴേ വലിയ പൊക്കവും നല്ല നീളവും ഒക്കെ കാണും. നമുക്ക് ചേച്ചിയെന്ന് വിളിക്കാൻ തോന്നും. ഇന്നത്തെ പെമ്പിള്ളാരാണ് 28 വയസ്സായാലും കണ്ട 8ാം ക്ലാസ്സാണെന്ന് തോന്നുന്നത്. ഇത് പാപം കൂടി മുരടിച്ച് പോയതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളുക. പണ്ടത്തെ പെമ്പിള്ളേർ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഹൈസ്കൂൾ ചേച്ചിമാരെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കണമായിരുന്നല്ലേ? കറക്റ്റ് അല്ലേ? ഇപ്പോൾ ഹൈസ്കൂൾ പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയുമോ? അതുകൊണ്ടാണ് ഇന്ന് എന്തുകൊണ്ടാണ് പാപം കൂടിയിട്ട് മുരടിച്ച് പോയിക്കൊണ്ടിരിക്കുക പെൺപിള്ളേർ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കുക. അന്ന് 11 വയസ്സിലും 12 വയസ്സിലും കല്യാണം കഴിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, കേരളത്തെ പോലെ ഉണ്ടായിരുന്നു കാലഘട്ടത്തിൽ, 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ നോക്കി യേശു വിളിച്ചത് ബാലിക എന്നാണ്. ഹല്ലേലൂയ. ആ മനസ്സിൻ്റെ ക്വാളിറ്റി ഉണ്ടോ? യേശു വിളിച്ചത് എന്താണ്? ബാലികയെ എന്നാണ് വിളിച്ചത്. അതായത് യേശുവിൻ്റെ മൈൻഡിൽ മകൾ എന്ന മൈൻഡിലാണ് യേശു നിൽക്കുന്നത്. എല്ലാവരെയും മകളെ എന്ന് വിളിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു അവസ്ഥയാണ് യേശുവിന് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ യേശു പറയാണ്, സ്ത്രീയെ ആസക്തിയോടുകൂടി നോക്കിയാൽ അവൻ അവളുമായി വ്യഭിചാരം ചെയ്തു. മോശയുടെ നിയമത്തിൽ ചെയ്താൽ മാത്രമേ, പ്രാക്ടിക്കൽ സൈഡിൽ 2 പേർ കാണപ്പെട്ടാൽ മാത്രമേ അവരെ പാപികളായി മുദ്രപ്പെടുത്തത്തുള്ളൂ. കാണാതിരുന്നാൽ അവർ പാപികളല്ല. കണ്ട് 2 പേർ സാക്ഷിയായാൽ ആ നിമിഷം മുതൽ അവർ പാപികളാണ്. അവരെ കല്ലെറിഞ്ഞുമില്ല ഒക്കെ ഇവർക്ക് ചെയ്യാം. അതുവരെ പിടിക്കപ്പെടുന്നത് വരെ ഉള്ളൂ. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ പോയി, അവർക്ക് ശിക്ഷയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ യേശു പറയാണ്,
ആര് കണ്ടോ കണ്ടില്ലയോ, നിൻ്റെ മനസാക്ഷി കണ്ടാൽ മതി. നീ ആസക്തിയോട് കൂടിയാണ് നോക്കുന്നതെങ്കിൽ നീ വ്യഭിചാരത്തിൻ്റെ ലിസ്റ്റിൽ നീ സ്വർഗത്തിൽ വരും. അപ്പോൾ യേശുവിൻ്റെ മനസ്സ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. അവനിൽ പാപം ഇല്ലായിരുന്നു എന്ന് പൗലോസ് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ അവസ്ഥയിലാണ്. ദൈവത്തിന് സ്തുതി കൊടുക്കാമോ നമുക്ക്? അപ്പൊ നിങ്ങൾക്കൊരു ചിന്ത വരും, എന്തുകൊണ്ടാണ് യേശു, പിന്നെ യേശു എന്തോ മാജിക്കാണോ, എന്തോ ഒരു പുരുഷനല്ലായിരുന്നു? അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും? യേശുവിന് അങ്ങനെ ചിന്തയില്ലാത്തത് എന്തുകൊണ്ട് എന്നൊക്കെ നിങ്ങൾക്കൊരു ചിന്ത വേണമെങ്കിൽ വരാം. ഞാനും അത് ചിന്തിച്ചു. ഞാനും കർത്താവിൻ്റെ പുറകെ ചോദിച്ചു, എന്തുകൊണ്ടാണ് കർത്താവേ അങ്ങേക്ക് ഇങ്ങനെ ഒരു കാര്യം ഇല്ലായിരുന്നു? അല്ലെങ്കിൽ സ്ത്രീ ആസക്തിയോടെ നോക്കുന്നത് തന്നെ പാപം, എല്ലാവരും ബാലികയെന്ന് വിളിക്കുന്നു, എല്ലാവരും മകളെന്ന് കാണുന്നു, ഇതെങ്ങനെ അങ്ങേക്ക് സാധിച്ചു എന്ന് ഞങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമോ എന്ന ചോദ്യത്തിന് ഉത്തരമായി ലഭിച്ചത് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാമത്തെ വാക്യമാണ്. ഞാനും പിതാവും ഒന്നാകുന്നു. ഞാനും പിതാവും ഒന്നാകുന്നു. യഹൂദന്മാർ അവനെ ഞാനും പിതാവും ഒന്നാകുന്നു. അടുത്തത് 14-10 കൂടെ വായിച്ചു യോഹന്നാൻ്റെ. ഞാൻ പറഞ്ഞു തരാം. ഇത് 14-10 കൂടെ വായിച്ചോ. യോഹന്നാൻ തന്നെ. ഞാനും പിതാവും ഒന്നാകുന്നു. അടുത്തത് 14-10 കൂടെ വായിച്ചു. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. നമുക്കത് ഞാൻ പറഞ്ഞുതരാം ഇതെങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് പറഞ്ഞുതരാം. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ ക്ലാസ് പഠിപ്പിച്ചു തരുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, അവിടുന്ന് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതിന് ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, സ്തുതി, സ്തുതി. നിങ്ങൾ കത്തോലിക്കര്, ഓർത്തഡോക്സ്, യാക്കോബ്, ഇവർ നിങ്ങളെല്ലാം പുരോഹിത സഭക്കാർ ശ്രദ്ധിക്കുക. നിങ്ങൾ തലേന്ന് പോയി കുമ്പസാരിച്ചു. കുമ്പസാരമുള്ളവർ കുമ്പസാരിക്കുന്നു, കുമ്പസാരം ഇല്ലാത്തവർ നേരിട്ട് പ്രാർത്ഥിച്ചിട്ട് ഈ യേശുവിനെ സ്വീകരിക്കാനായിട്ട് ഇങ്ങനെ അൾത്താരയിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുന്നു. കടന്നു ചെന്ന് നിങ്ങളുടെ നാവിലേക്ക് ഈ തിരുമേശയിലെ അന്ത്യത്താഴം വരികയാണ്. യേശുക്രിസ്തു വരുന്നു. കാത്തലിക്സ് ആണെങ്കിൽ ഒറിജിനൽ യേശുവിൻ്റെ ശരീരം വന്നു എന്നാണ് വിശ്വസിക്കുന്നത്. കാത്തലിക്സ്, യാക്കോബ, ഓർത്തഡോക്സ്. പിന്നെ മറ്റതും എല്ലാം CSI മർത്തോമ എല്ലാം യേശുവിൻ്റെ ശരീരം തന്നെയാണ്. പക്ഷേ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോഴും അത് ഓസ്തി തന്നെയാണ്. എന്നാൽ അതിൻ്റെ അകത്ത് ആത്മാവിൽ യേശുവിൻ്റെ ശരീരമുണ്ട്. ഇതാണ് ആ സഭയുടെ നിയമം. അപ്പോൾ കത്തോലിക്കർ സഭയിൽ ആത്മാവിലല്ല, ആ ഓസ്തി തന്നെ യേശുവിൻ്റെ ശരീരമാണ്. ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെന്നാണ് കാത്തലിക്സ് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവർ പറയുന്ന ക്വസ്റ്റ്യൻ, അത് വിഷയം പോട്ട്. ഞാനത് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആ വിഷയമൊക്കെ ഒത്തിരി നമ്മൾ സംസാരിച്ചിട്ടുള്ള. ഇനി നമ്മൾ ശ്രദ്ധിച്ചോളുക. ഈ ശരീരം നമ്മൾ സ്വീകരിച്ച് നമ്മളിങ്ങനെ തിരിച്ചിങ്ങനെ നമ്മൾ ഇരുന്ന ഇരിപ്പിടത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്താ ഉള്ളത്? ഭക്തിയുള്ളവരുടെ മൈൻഡിൽ എന്താ ഉള്ളത്? യേശു എൻ്റെ അകത്തുണ്ട്, അല്ലേ? കറക്റ്റ് അല്ലേ? യേശു എൻ്റെ അകത്തുണ്ട്, യേശുവിൻ്റെ അകത്തുണ്ട്. നമ്മൾ ഒരു മനുഷ്യനെ പോലും നോക്കുന്നില്ല. നമ്മൾ വളരെ പ്രാർത്ഥനയോടെ ഭക്തിയോടെ പോയിരുന്ന് കരഞ്ഞ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാണ്, അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ ചെയ്യാറുള്ളത്? ആ ഒരു 5 മിനിറ്റ് സന്നിധിയിൽ പ്രാർത്ഥിക്കുവാണ്, അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ ചെയ്യാറുള്ളത്? ആ ഒരു 5 മിനിറ്റ് യേശു അകത്തുണ്ടെന്നുള്ള ചിന്ത നിങ്ങളെ ലോകത്തിൽ നിന്നും മാറ്റി. ഹല്ലേലൂയ. ആസക്തിയിൽ നിന്ന് മാറ്റി, വികാരങ്ങളിൽ നിന്ന് മാറ്റി. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ.
ഞാൻ പറഞ്ഞല്ലോ, പുരോഹിത സഭയിലുള്ളവർ അല്ലെങ്കിൽ ബെന്തക്കോസിൻ്റെ കാര്യം പറയുന്നത്, ബെന്തക്കോസിൽ കർത്താവിൻ്റെ തിരുശരീരമായി ഭക്തിയോടെ സ്വീകരിച്ച് ജീവിക്കുന്നവരുണ്ട്, അത് ഞാൻ ഉറപ്പ് പറയുന്നു. പക്ഷേ ഇല്ലാത്തവരുണ്ട്, ബിസ്ക്കറ്റ് പോലെ എടുത്ത് വാഴ്ത്തി, റൊട്ടിയൊക്കെ വാഴ്ത്തി, ഈ വാഴ്ത്തിയതിന് ശേഷം അല്ലെങ്കിൽ പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ എല്ലാം ചെതറിയിടുന്ന, അതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് അവരെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പൗരോഹിത്യ സഭക്കാരാണ് യേശുവിൻ്റെ ശരീരത്തിന് ഇങ്ങനെയുള്ള കാര്യത്തിൽ. മറ്റ് സഭക്കാർ അത്രയും കൊടുക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരു പൊടി പോലും വീഴാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ചിലയിടത്തൊക്കെ ആണെങ്കിൽ ഈ ബിസ്ക്കറ്റൊക്കെ വാഴ്ത്തിയിട്ട് എന്നിട്ട് പിള്ളേർ കിടന്ന് ആ ഹാളിൽ ആ വാഴ്ത്തിയ ബിസ്ക്കറ്റ് തട്ടിക്കളിക്കുമായിരുന്നു. അതുവരെ ഒരു നടന്ന സംഭവമുണ്ട്. അപ്പോൾ അത് കാരണം അവർ പറയുന്നത് അതൊരു ഓർമ്മയാചരണമാണ്, അത്രയേ ഉള്ളൂ, അവർക്ക് അത്രയേ ഉള്ളത്. അങ്ങനെയുള്ള ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷേ അതുകൊണ്ട് അവിടുത്തെ ഒരു ഫോളോവേഴ്സിന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവത്തില്ല. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഉദാഹരണത്തിന് വേണ്ടി ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് പിടികിട്ടും. ഉദാഹരണത്തിന് വേണ്ടി പറയുന്നതാണ്, യേശുവിനെ മനസ്സിലാക്കാൻ വേണ്ടി ഈ ഉദാഹരണം വെക്കുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോളുക. നിങ്ങൾ ഈ ഹോളി മാസ് സ്വീകരിച്ചിട്ട് നിങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും യേശുവിനെ അത്രമാത്രം ബഹുമാനിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ എത്ര വലിയ സിനിമാ നടി ഇരുന്നാലും എത്ര വലിയ സിനിമാ നടനുണ്ടായാലും നിങ്ങളാരെങ്കിലും മൈൻഡ് ചെയ്യുമോ? കാരണം എന്താണ്? നമ്മുടെ അകത്ത് ആരിയിരിക്കുന്നു? യേശു ഇരിക്കുന്നു. ഇപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോളുക. യേശു ക്രിസ്തു പറയാണ്, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണ്, ഞാനും പിതാവ് ഒന്നാണ്. പറ, പാപം വരുമോ? ഹല്ലേലൂയ. പാപം വരുമോ യേശുവില്ലേ? കാരണം 24 മണിക്കൂർ പിതാവിൻ്റെ മുഖം, പിതാവിൻ്റെ സ്നേഹം ഇങ്ങനെ അനുഭവിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പിതാവിൻ്റെ സ്നേഹത്തില്ല, ബാലികേ, മകളെ, ഇതാണ് സ്തോത്രം, ഇതാണ് യേശു ക്രിസ്തു. ഇതിൻ്റെ അകത്തെല്ലാം മനസ്സിലാക്കിക്കോണം, വിട്ടുപോകരുത്. ഇതുപോലെ ആകാൻ യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പിതാവേ, ഞാനും അങ്ങും എങ്ങനായിരിക്കുന്നു അതുപോലെ നമ്മളും ഈ ശിഷ്യരും തമ്മിൽ അതുപോലെ ആകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസ് അങ്ങനെ ആയപ്പോൾ വിവാഹം വേണ്ടെന്ന് വെച്ചു. സ്തോത്രം, ഹല്ലേലൂയ. പത്രോസൊക്കെ തൻ്റെ കുടുംബവും ഭാര്യയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് രക്തസാക്ഷിയാവാൻ വേണ്ടി ഓടുകയാണ്. കാരണം എപ്പോഴും യേശുവുമായുള്ള ബന്ധം. നിങ്ങൾ ചോദിച്ചു, മനുഷ്യന് സാധിക്കുമോ? മനുഷ്യന് സാധിക്കും. സ്തോത്ര, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സർവശക്തനായ ദൈവത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തോളൂ. ആമേൻ. യേശുവിനെ ഇഷ്ടപ്പെടുന്നവർ നമ്മെ പോലെ ശരീരമെടുത്ത് വന്നു, പക്ഷെ ആത്മാവിൽ എങ്ങനെ ജീവിക്കണമെന്ന് അവൻ കാണിച്ചു തന്നു. ഇനി ഈ ശരീരം ആരിൽ നിന്നാണ് വന്നത്? ഇതാണ് നമ്മുടെ അടുത്ത വ്യവസ്ഥയിലേക്ക് പോകും. ഈ ശരീരം വന്നത് ആരിൽ നിന്ന്? ഈ ശരീരം എങ്ങനെയാണ് വന്നത്? ക്രിസ്തുവിനും മറിയയ്ക്കും ഇടയിൽ ശരീരവുമായി യാതൊരു ബന്ധവുമില്ല. എന്നാൽ മറിയയിൽ ജാതനായി യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. എന്നാൽ മറിയയുടെ ശരീരവുമായി യാതൊരു ബന്ധവുമില്ല എന്ന ഒരു വിഭാഗത്തിൻ്റെ വ്യാഖ്യാനം. രണ്ടാമത്, മാതാവിൻ്റെ അണ്ഡത്തിൽ നിന്നാണ് യേശുവിന് മനുഷ്യ ശരീരം ലഭിച്ചത് എന്ന അടുത്ത വിശ്വാസം. പ്രത്യേകിച്ച് കാത്തലിക്സാണ് ഈ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത്. മാതാവിൻ്റെ അണ്ഡം സ്വീകരിച്ചു. ഇപ്പോൾ യാക്കോബയിലെ ഒരു അച്ഛനും മാതാവിൽ നിന്നാണ് യേശുവിൻ്റെ ശരീരം സ്വീകരിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ യൂട്യൂബിൽ ക്ലാസ് ഇടുന്നതായിട്ട് കാണാൻ സാധിച്ചു. അപ്പോൾ ഇവർ പറയുന്നതിൽ കാര്യമുണ്ടോ? അതോ യേശുവും മറിയയുടെ ശരീരവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്തതാണോ? ഈ ഒരു സംശയത്തിലേക്കാണ് നമ്മളിപ്പോൾ യാത്ര സ്വീകരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചില ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നുമില്ലാതെ
മാതാവിലേക്ക് വന്ന ശരീരമാണ് യേശുവിൻ്റെതെങ്കിൽ ക്രിസ്തു നമ്മെപ്പോലെ എങ്ങനെ മനുഷ്യനാകും എന്ന ചോദ്യത്തിന് ഉത്തരം തരണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മെപ്പോലെ ഒരു മനുഷ്യനാകണമെങ്കിൽ നമ്മെപ്പോലെ ജനിക്കുന്ന ആളായിരിക്കണം. എന്തെങ്കിലും സ്ത്രീയിൽ നിന്നോ പുരുഷനിൽ നിന്നോ എന്തെങ്കിലും മേടിച്ചിരിക്കണം. ഹല്ലേലൂയ. 2, ആദ്യകാലങ്ങളിൽ ബൈബിളിൽ ഒരു നിയമം പറയുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ നിയമാവർത്തന പുസ്തകത്തിലും പറയുന്നതാണ്. അതായത് നമ്മുടെ ജസ്മിൻ കടം കയറി, അല്ലെങ്കിൽ ഞാൻ കടം കയറി എന്നെ ഒരാൾ അടിമയായിട്ട് കൊണ്ടുപോയി. ജസ്മിൻ എൻ്റെ ഫാമിലിയിൽപ്പെട്ട ആളല്ല. ജസ്മിന് എന്നെ വിലയ്ക്ക് വാങ്ങാനായിട്ട് അനുവാദമില്ല. കാരണം ജസ്മിൻ എൻ്റെ ചാർച്ചക്കാരനല്ല. നിയമം അനുസരിച്ച് ഞാൻ അടിമയായ 7-ാം വർഷമോ 21-ാം വർഷമോ എന്നെ പൊതുസ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് വീണ്ടെടുപ്പുകാരുണ്ടോ ഈ മനുഷ്യൻ്റെ എന്ന് ചോദിക്കണം. ജൂതനെ അടിമയാക്കി കഴിഞ്ഞാൽ. അപ്പോൾ വീണ്ടെടുപ്പുകാരെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഷിബിനോ അല്ലെങ്കിൽ ഷാനയോ ആരെങ്കിലും വന്ന് എന്നെ അവർ വന്നിട്ട് പറയണം ഞങ്ങളുണ്ടെന്ന് പറയണം. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പം അത് ഞാൻ ഇന്ന ആളാണ് എന്നവർ പറയാം. ചർച്ചക്കാർ അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ വരണം. അവർ വന്നിട്ട് പറയണം ഞാൻ ഇന്ന ആളാണ്, ഞാൻ അവൻ്റെ ചേട്ടനാണ്, ഞാൻ അവൻ്റെ അനിയനാണ് എന്ന് പറയാം. ജസ്മിൻ എത്ര പണം ഉണ്ടാക്കിയാലും പറയാൻ പറ്റത്തില്ല. ജസ്മിൻ ആർക്ക് കൊടുക്കണം? എൻ്റെ ചേട്ടനോ ആ മക്കൾക്കോ ആർക്കെങ്കിലും പണം കൊടുത്തിട്ട് നിങ്ങൾ പോയി വീണ്ടെടുക്കാൻ പറയണം. മനസ്സിലാവുന്നുണ്ടോ? ചാർച്ചക്കാർക്കേ പറ്റത്തുള്ളൂ. അപ്പോൾ ചാർച്ചക്കാർ വന്നിട്ട് പറയണം ഞാൻ വീണ്ടെടുക്കാം. ഇവൻ്റെ കടം എത്ര? അത് കടം 7 സ്വർണ്ണ നാണയം. ശരി, നിനക്ക് വെള്ളിയും സ്വർണവുമായിട്ട് ഞാൻ വീണ്ടെടുക്കാം. അത് ത്രാസിൽ വെച്ച് തൂക്കിക്കൊടുക്കും. തൂക്കിയിട്ട് അകത്തും പുറത്തും എഴുതിയ പ്രമാണം എടുത്ത് വലിച്ചു കീറിക്കളയും. എന്നിട്ട് ചാർച്ചക്കാരൻ പറയും നീ പൊയ്ക്കോ, സ്വതന്ത്രനായിക്കോളാൻ പറയും. ആ ഫാമിലിയിൽ സ്വതന്ത്രനാക്കിയ ആ ചാർച്ചക്കാരന് ഭയങ്കര വിലയായിരിക്കും. പെസഹായുടെ സമയത്ത് അദ്ദേഹമാണ് തീൻമേശയുടെ ഫ്രണ്ടിൽ അദ്ദേഹത്തിന് ഇരിക്കാൻ യോഗ്യത. അദ്ദേഹത്തിന് ആ ഫാമിലിയിൽ വലിയ ബഹുമാന്യനായ ഒരാളായിരിക്കും. അതുകൊണ്ട് എല്ലാവരും വീണ്ടെടുപ്പിന് മുന്നിൽ നിൽക്കും. ഇതാണ് യേശു ക്രിസ്തു നമ്മളെ വീണ്ടെടുക്കണമെങ്കിൽ യേശു ക്രിസ്തു നമ്മുടെ ആരായി വരണം? ചാർച്ചക്കാരനായി വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബന്ധുവായാലേ പറ്റത്തുള്ളൂ. ശരിയാണോ? ബന്ധുവായേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത് നിങ്ങളെ വീണ്ടെടുത്തത് സ്വർണ്ണത്താലോ വെള്ളിയാലോ അല്ല, അവൻ്റെ രക്തത്താലത്രേ എന്ന് പറയുന്നുണ്ട്. അവൻ്റെ രക്തത്താലത്രേ. അപ്പം നിങ്ങളുടെ സ്വന്തമായാലേ യേശുവിന് വീണ്ടെടുക്കാൻ സാധിക്കത്തുള്ളൂ. എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ പോകുന്നു. എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാണ്. ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ. യേശു എങ്ങനെ വന്നെന്നാ പറഞ്ഞേ? ജഡരക്തങ്ങളോട് കൂടി വന്നു. ആരുടെ ജഡരക്തം? സീരിയസ് ആയിട്ട് പറഞ്ഞു. പക്ഷം മാതാവിന്റെ നിന്നുകൊണ്ട് പറഞ്ഞേ. മാതാവിന്റെ പക്ഷം നിന്നുകൊണ്ട് പറഞ്ഞേ. മക്കൾക്ക് ഏത് ജഡരക്തമുണ്ടോ അതുപോലെ വന്നു. മാതാവിന് ഏത് രക്തമാണോ അതേ രക്തം തന്നെ. കളിയാകത്തില്ല, സത്യമായിട്ടുമല്ല. ജസ്മിൻ പറഞ്ഞു. അതെ, അല്ലല്ല, മൈക്കെടുത്തോ. ജഡരക്തങ്ങൾ പറഞ്ഞു, വായിച്ചിട്ട് പറഞ്ഞു. ആരുടെ രക്തം എടുത്തത്? ഇല്ല, കളിയാക്കത്തില്ല. മറിയത്തിൻ്റെയാണ്. അപ്പൊ നേരത്തെ എന്താ പറഞ്ഞത്? തർക്കിക്കാൻ പറ്റുമോ? പറ്റുമോ? എന്ന് പറഞ്ഞേ. സ്ത്രീ അണ്ടത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യം ഒരിടത്ത് പ്രസംഗിച്ചവൻ പറഞ്ഞു വേറെ ഗ്രൂപ്പുള്ള ഒരാളുടെ സ്ത്രീ സ്വീകരിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു, ഒരു AB പോസിറ്റീവ് ഉള്ള ഒരു സ്ത്രീക്ക്
പിന്നെ എ നെഗറ്റീവ് വരുന്നില്ല, അല്ലെ ബി നെഗറ്റീവ് വരുന്നില്ലേ, കുഞ്ഞുങ്ങൾ വരുന്നില്ലേ? അങ്ങനൊന്നുമില്ല. ആ വചനം വായിക്കുക, ആ വചനം നിങ്ങൾ വായിക്കുക. നിങ്ങൾ എന്നോട് തർക്കിക്കുന്നതിന് മുമ്പ് ആ വചനം വായിച്ചിട്ട് ഉത്തരം പറഞ്ഞേ. ഏതാ വചനം? ഏതാ? എബ്രായർ 2:14 മക്കൾ ജഡരക്തങ്ങളോട് കൂടിയ, വായിച്ചു നോക്കി. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയ ആകുകൊണ്ട്, അതായത് മക്കൾ എന്ന് പറയുവാണെങ്കിൽ ശ്രദ്ധിച്ച, മക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അപ്പൻ്റെ അമ്മയുടെയും ജഡരക്തം വരണ്ടേ മക്കൾക്ക്? ഇതാണ് അവിടെ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? കൂടിയവരാകൊണ്ട് അവനും, ആരാണ് അവൻ എന്ന് പറയുന്നത്? ആരാണ്? യേശുവാണ്. യേശു അവരെ പോലെ എന്ന് പറയുമ്പോൾ മക്കളെ പോലെ എന്തോ ചെയ്തു? ജഡരക്തം. അവിടെ മാതാവ് വന്നില്ലേ? മാതാവിന്റെ രക്തം വന്നില്ലേ? ഇതെന്റെ ചോദ്യം. അവിടെ മാതാവിന്റെ രക്തം വന്നു. ഹല്ലേലൂയ. തുടർന്ന് വായിച്ചോ അടുത്തത്. ജഡരക്തങ്ങളോട് കൂടി അവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അപ്പോൾ മാതാവിന്റെ പങ്കതില്ലേ? അപ്പൊ സഹരക്ഷകയല്ലേ? ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ വേറെ അച്ഛന്മാർക്കൊന്നും ക്ലാസ്സിന് പോകണ്ട, ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരാം. അച്ഛന്മാരൊന്നും മാതാവിന് വേണ്ടി ഇങ്ങനെയൊന്നും ക്ലാസ് എടുക്കത്തില്ല. ഞാൻ എടുത്തു തരാം. നിങ്ങളുടെ ഉത്തരം മുട്ടിച്ച് കളയും. ഒരുത്തനും തർക്കിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഇനി അടുത്തത് വായിച്ചോ. അവിടെ അബുദാബി പ്രയർ ഗ്രൂപ്പ് എന്തു പറയുന്നത്? എന്തായാലും ഉണ്ടെങ്കിൽ തർക്കിക്കേ. മിക്ക വേണോ? മൈക്ക് വേണ്ടെന്ന്. അടുത്തത് വായിച്ചോ. അല്ല ഇനി 17 പേരെ നമ്മൾ വായിക്കണം. ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യാനത്രേ അവൻ വന്നത്. ഇവൻ വന്നത് എന്തിനാണ്? ദൂതന്മാരുടെ ശരീരമായിരുന്നെങ്കിൽ ആരെ സംരക്ഷിച്ചേനെ? അപ്പോൾ അബ്രഹാമിന്റെ സന്തതിയാണെങ്കിൽ ഏത് രക്തം വേണം? മനുഷ്യന്റെ, മാതാവിന്റെ രക്തം വേണം. സ്ത്രീയിൽ നിന്ന് ജാതനാകും എന്നുള്ള പ്രവചനം നിമിത്തം മാതാവിന്റെ രക്തം വേണം. യേശുവേ ആരാധന. തുറന്ന് വായിക്കുമ്പോ അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. ബ്ലഡ് എടുക്കേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് മാതാവിനെ ചീത്ത വിളിച്ച എല്ലാവർക്കും കിട്ടും. ഞാൻ ഒറിജിനൽ മേരി ഒന്നും പറഞ്ഞില്ല. ഞാൻ നമ്മുടെ ഈ ചാരവും നമ്മുടെ ചാരത്തള്ള ഇതിനൊക്കെ പറഞ്ഞുള്ളൂ. അതൊന്നും മാതാവായിട്ട് ഞാൻ കാണുന്നില്ല. നിങ്ങൾ ഒറിജിനൽ മേരിയും ചീത്ത വിളിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് കോളാമിക്കുവാറും. ഹല്ലേലൂയ. ഞാൻ മനുഷ്യനുണ്ടാക്കിയ കള്ളപ്രതിമകളെ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഈ മനുഷ്യബന്ധത്വം ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അപ്പം ഈ മനുഷ്യബന്ധത്വം എന്ന് പറയുന്നത് നിയമത്തിലൂടെയാണോ ശാരീരികാത്മകമായിട്ടാണോ വരുന്നത്? പിന്നെ അവിടെ അയൽവക്കത്ത് വേറൊരു മോനുണ്ട്. അപ്പം നിൻ്റെ 2 മക്കളുമുണ്ട്. അപ്പോൾ ഇത് നിയമപ്രകാരമായിട്ട് നീ അതിനെ കോടതിയിൽ പോയി ദത്തെടുത്തിരിക്കുകയാണ് എന്ന് വെച്ച് വരിക. പക്ഷേ യഥാർത്ഥ മകൻ എന്ന് പറയുമ്പോൾ എങ്ങനെ ആയിരിക്കും വരുന്നത്? നിയമപ്രകാരമാണോ ശരീരപ്രകാരമാണോ? ശരീരപ്രകാരമാണ്. അപ്പം യഥാർത്ഥ മക്കളായി സ്വീകരിക്കണമെങ്കിൽ എന്ത് വരണം? ശരീരപ്രകാരം. അങ്ങനെ പറയണം. ആ നിയമപ്രകാരം വേണമെങ്കിലും മാതാവിൻ്റെ ബ്ലഡ് അല്ലെ മാതാവിൻ്റെ ശരീരം യേശു എടുത്തേ പറ്റത്തുള്ളൂ, ശാരീരികാത്മ നിയമം അനുസരിച്ചിട്ട്. ഇന്ന് ലൂക്കോസിന്റെ സുവിശേഷം 1-24 വാക്യം വായിക്കുക. 24 വായിച്ചേ. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ദ നീക്കുവാൻ
കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു. ഗർഭം എന്താ പറയുന്നത്? ഗർഭം ധരിച്ചു. അപ്പോൾ ആരിൽ നിന്നാ ധരിച്ചത്? അല്ല, ഗർഭം ധരിച്ചു. ആരാണ്? എലിസബത്ത്. സക്രിയയിൽ നിന്ന്. അപ്പോൾ ആരാണ് ഉടമസ്ഥൻ? ആരാണ്? സക്രിയാണ്. അപ്പോൾ സക്രിയയിൽ നിന്ന് കുഞ്ഞുണ്ടായാൽ എങ്ങനെയാണ് പറയുന്നത്? ധരിച്ചു. ധരിച്ചു എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ അണ്ടം എടുത്തു എന്നാണ് അർത്ഥം, അല്ലേ? 36 ഗർഭം ധരിച്ചു. ഇനി 1:31 വായിച്ചേ. 31 നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. മാലാഖ വന്നിട്ട് മാതാവിനോട് പറയുന്നത് എന്താ? നീ ഗർഭം ധരിക്കും. ധരിക്കും എന്ന് പറയുമ്പോൾ ഇവിടെ എലിസബത്ത് ധരിച്ചു എന്ന് പറഞ്ഞാൽ എലിസബത്തിൻ്റെ അണ്ടം ഉണ്ടായിരുന്നു. മാതാവിനോട് ധരിക്കും എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ അണ്ടം ഉണ്ട്. രണ്ടും ഒരേ ഗ്രീക്ക് വാക്കാണ്. സ്ത്രീയുടെ അണ്ടം ധരിച്ചു എന്ന് പറയുന്ന വാക്കിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എലിസബത്തിൻ്റെ ഇതെടുത്തത്. അങ്ങനെ അനേകം തെളിവുകളുണ്ട്. ധരിച്ചു എന്ന വാക്കിന് സ്ത്രീയുടെ ശരീരമില്ലാതെ ധരിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൂടാതെ തന്നെ ഉൽപ്പത്തി 3:15 നമുക്കറിയാം സ്ത്രീയുടെ സന്തതി എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് പുരുഷന്റെ സന്തതി എന്ന് പറഞ്ഞില്ല? പുരുഷനെ രക്ഷയ്ക്കായി പുരുഷനെ അല്ല ആവശ്യം, ഒരു സ്ത്രീ മൂലമാണ് പാപം വന്നത്. അതുകൊണ്ട് സ്ത്രീയെ തന്നെ ഉപയോഗിച്ചിട്ട് പറഞ്ഞു സ്ത്രീയുടെ സന്തതി. അതുകൊണ്ടാണ് ആദ്യത്തെ ഹവ്വ ജീവനുള്ളവളായിരുന്നു, പക്ഷെ അവൾ പാപം ചെയ്ത് മരണത്തെ വരുത്തി. അവളാണ് പാപം അവളുടെ ശരീരത്തിൽ ഗർഭത്തിൽ ചുമന്നു. അതുകൊണ്ട് രണ്ടാമത്തെ ഈ സ്ത്രീ എന്ന് പറയുമ്പോൾ മാതാവാണ്. അതുകൊണ്ടാണ് രണ്ടാം ഹവ്വ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ത്രീ എന്തു ചെയ്തു? തൻ്റെ ഗർഭത്തിൽ ജീവനെ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. അവൾ തൻ്റെ ഗർഭത്തിൽ, ആദ്യത്തെ ഹവ്വ തൻ്റെ ഗർഭത്തിൽ മരണത്തെ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ. മരണത്തിൻ്റെ തലമുറകളാണ് വന്നത്. എന്നാൽ രണ്ടാമത്തെ മറിയാകട്ടെ തൻ്റെ ഗർഭത്തിൽ ആരെ കൊണ്ടുവരികയാണ്? ജീവനെ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് രണ്ടാം ഹവ്വ എന്ന അർത്ഥം ആ അർത്ഥത്തില്ല, അല്ലാതെ ദൈവപിതാവിൻ്റെ വൈഫ് എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. യേശുവേ ആരാധന. അപ്പോൾ 3:15 സന്തതി ആരുടേതാണ്? സ്ത്രീയുടെയാണ്. ആ 3:15 എബ്രായ ഭാഷയുടെ വ്യാഖ്യാനം അനുസരിച്ച് വിത്ത് എന്നാണ് അർത്ഥം. സ്ത്രീയുടെ വിത്ത് എന്ന അർത്ഥത്തിൽ അതിന് വേണമെങ്കിൽ വ്യാഖ്യാനം ചെയ്യാൻ പറ്റും. വിത്ത് എന്ന് പറയുമ്പോൾ സ്ത്രീയിൽ നിന്ന് ആണ് വിത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ വന്നാലും പ്രശ്നമാണ്. മാതാവിൽ നിന്ന് ശരീരം എടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും തർക്കിക്കണമെങ്കിൽ തർക്കിക്കാം. എന്തെങ്കിലും ചോദ്യം ഇല്ലേ? നിങ്ങൾ ഒരു ചോദ്യം പോലും ഇല്ല? എന്തെങ്കിലും തർക്കിക്കണോ? തർക്കിച്ചാൽ ഞാൻ അടുത്ത വചനം കൊണ്ടുവരാനാണ്. ഇതുകൊണ്ടൊന്നും തീർത്തില്ല. ഇനിയും കിടപ്പുണ്ട് ഇഷ്ടം പോലെ മാതാവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള വചനം. പറഞ്ഞു. സംശയം ചോദിച്ചോ. അതായത് ഗർഭപാത്രം, യേശു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വരണമെങ്കിൽ ഒരു ഗർഭപാത്രം ആവശ്യമായിരുന്നു. അത് മനുഷ്യനായിട്ട് വരണമെങ്കിൽ പുരുഷന്മാർ ഇത് പ്രസവിക്കത്തില്ലല്ലോ. അപ്പോൾ സ്ത്രീകൾക്ക് അതിനുള്ള ഇതുള്ളത് കൊണ്ട് ഒരു ഇതും ആവശ്യമായിരുന്നു. ഉൽപ്പത്തിയിൽ നമ്മൾ കാണുന്നുണ്ട് ആദമിനെ സൃഷ്ടിച്ചത് സ്ത്രീയും ഇല്ലായിരുന്നു പുരുഷനും ഇല്ലായിരുന്നു, മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ചത്. അപ്പം ഒന്നുമില്ലാതെ മനുഷ്യർ പോലും ഇല്ലാണ്ട് മനുഷ്യരെ സൃഷ്ടിച്ച ദൈവത്തിന് അതായത് പുരുഷന്റെ സഹായമില്ലാതെ തന്നെ നമുക്ക് പുരുഷന്റെ സ്ത്രീയുടെ സഹായം ഇല്ലാതെ തന്നെ രക്ഷകനെ ഒരു ക്വസ്റ്റ്യനാ. ചോദിച്ചു. അപ്പൊ ചാർച്ചക്കാരനാവത്തില്ലല്ലോ. അപ്പൊ ചാർച്ചക്കാരനാവത്തില്ല. മൈക്ക് കൊടുത്തോ. പറഞ്ഞോ. 4 ലൈൻ പാട്ട് പാടിയിട്ട് പറഞ്ഞോ. ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ ആ ശിശുവിൻ്റെയും അമ്മയുടെയും ശരീരരക്തങ്ങൾ തമ്മിൽ യോജിക്കുന്നില്ല. അവിടെ ഒരിക്കലും അത് തമ്മിലുള്ള മിക്സിങ് നടക്കുന്നില്ല. ഓൺലി തിങ് അവിടെ പ്ലാസിൻ്റെ ത്രൂ. നിങ്ങളുടെ ഹോസ്പിറ്റലല്ലേ ലേബർ റൂമിൽ വരുന്നവരെല്ലാം ഈ പ്രസവിക്കാൻ വരുന്നവർ സിസേറിയൻ അങ്ങനെ നേഴ്സല്ലേ അവിടുത്തെ? അതുകൊണ്ട് പറഞ്ഞോ. അപ്പൊ അവിടെ ഒരു മിക്സിങ് നടക്കുന്നില്ല. എന്ത് മിക്സിങ് നടക്കുന്നില്ല? മാംസവും രക്തമായിട്ടുള്ള ഒരു മിക്സിങ്. അപ്പോൾ പരിശുദ്ധാത്മാവിലൂടെ ആ ഒരു ശരീരത്തെ മാതാവിന്റെ ഗർഭത്തിൽ അല്ല, രക്തമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്
സ്ത്രീയിൽ നിന്ന് അണ്ടം എടുത്ത് മനുഷ്യ ബോഡി ഉണ്ടാവണ്ടേ, ജഡമുണ്ടാകണ്ടേ? പരിശുദ്ധാത്മാവ് ജീവൻ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുക ചെയ്യുന്നത്. ആ, അവിടെ ഒരു അണ്ടവും ബീജവും തമ്മിലുള്ള മിക്സിങ് ഇല്ല. ഇല്ല. ആ, അപ്പം മാതാവിൽ നിന്നും ഒരു ശരീരവും സ്വീകരിച്ചിട്ടില്ല. ഇല്ല. ഇപ്പം ഇവിടെ എല്ലാം ധരിച്ചു എന്ന് പറയുമ്പോൾ ഇത്രയും കേട്ട ക്ലാസ്സിന് എന്ത് ഇത് പറയും? നമ്മളില്ല എന്ന് പറയുമ്പോഴേ ഇപ്പം മെഡിക്കലായിട്ടോ സംസാരിച്ചല്ലയോ? എങ്ങനെ എനിക്ക് ഒന്നും കൂടെ മനസ്സിലാക്കി തരുമോ? ഒന്നും കൂടെ പറഞ്ഞു തരുമോ? അതായത് മദറും ബേബിയും തമ്മിൽ ഒരു മിക്സിങ് നടക്കുന്നില്ല. ബ്ലഡും മാംസവും തമ്മിലുള്ള ഒരു അല്ല, ട്യൂബിൽ ഒരു ഭ്രൂണം വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഭ്രൂണം ഓൾറെഡി അഥവാ ഫോം ചെയ്തിട്ടാണ് യൂട്രസിലോട്ട് വരണതെങ്കിൽ പിന്നെ അവിടെ മാതാവിൽ നിന്ന്. നിങ്ങൾ പറയുന്നത് കുഴൽ ഗർഭത്തെ കുറിച്ചാണോ? അല്ല, ഇപ്പൊ IVF പോലെ നമ്മൾ IVF, അതാണ് ഞാൻ ചോദിച്ചത്. ഇൻക്യുബേറ്റർ അതേപടിയുള്ള ഒരു ഗർഭമാണെങ്കിൽ മാതാവിന് അവിടെ വേറെ റോളില്ല. അതായത് ക്ലാസിന്റെ ത്രൂ നിങ്ങൾ പറയുന്ന ഇൻക്യുബേറ്റർ തിയോളജിയാണ്. അപ്പൊ അതേപടിയുള്ള ഒരു കാര്യമാണ് അവിടെ പരിശുദ്ധാത്മാവൻ ചെയ്തിരിക്കുക. അതായത് അപ്പോൾ അതാണ് ചോദ്യം വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ജഡ ശരീരം എങ്ങനെ വന്നു? മനുഷ്യന്റെ ശരീരം ഉണ്ടാവണമല്ലോ, അതെങ്ങനെ വന്നു? അത് ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ. അതാണ് ആദത്തിന്റെ കാര്യം പറഞ്ഞത് അല്ലേ? ആ, ശരീരം മുന്നമേ മൈക്കിൽ കൂടെ പറഞ്ഞു. ശരീരം മുന്നമേ ചെയ്തു വെച്ചത് മാനവരക്ഷയ്ക്കായിട്ട് ശരീരം ഓൾറെഡി ആബാപിതാവ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ ശരീരത്തിൽ എങ്ങനെ ചാർച്ചക്കാരനാവും? ദൈവപുത്രനായിട്ടല്ലേ വന്നേ? നമ്മളെല്ലാം ദൈവമക്കളാണ്. അപ്പൊ ദൈവമക്കളായ നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ദൈവപുത്രൻ തന്നെ ശരീരം ധരിച്ച് ഈ ഭൂമിയിൽ വരിക. എങ്ങനെ ചാർച്ചക്കാരനാവും? ദൈവമക്കളായ നമ്മളെ വീണ്ടെടുക്കണമെങ്കിൽ നമ്മുടെ സഹോദരൻ വരണം. പറഞ്ഞു. ആ, എങ്ങനെ? ആ, അത് ശരിയാ. ആ, അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ ദൈവമക്കളായെങ്കിൽ പിന്നെ പാപപരിഹാരത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അതല്ല, പാപപരിഹാരത്തിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. ദൈവമക്കളാണെങ്കിൽ അവർ ബീജത്തിൽ നിന്നോ രക്തത്തിൽ നിന്നോ അല്ലല്ലോ. അവർ പിന്നെ പാപപരിഹാരത്തിൽ യേശു ക്രൂശിൽ മരിക്കേണ്ട കാര്യമില്ലല്ലോ. ദൈവമക്കളാണ് ഭൂമിയിലുള്ളവരെല്ലാവരും. ആദാമിക പാപം നമ്മളിലുണ്ട്. അപ്പൊ ആ പാപത്തിൽ നിന്ന് നമ്മൾ വീണ്ടെടുക്കണമെങ്കിൽ നമ്മുടെ തന്നെ ചാർച്ചക്കാരായിട്ട് സഹോദരനായിട്ട് യേശു ക്രിസ്തു ഈ ഭൂമിയിലോട്ട് വരണമായിരുന്നു. അപ്പൊ അങ്ങനെ ദൈവ ശരീരം ധരിച്ച് ഈ ഭൂമിയിലോട്ട് വന്ന് നമ്മെ വീണ്ടെടുത്തു. ആ ഒരു പദ്ധതിയാണ് അവിടെ പൂർത്തീകരിക്കുന്നത്. ശരി, ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ഇവർ പറഞ്ഞതിനോട്? ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. അവിടെ ഉണ്ട്, ബാക്കിലുണ്ട് സംശയം. കൊടുക്ക്. ഏതാ? എന്തു പറ്റി? ഇല്ല, കേട്ടില്ല. മൈക്ക് കൊടുക്ക്. നിങ്ങൾക്ക് ഓൺലൈൻ മൈക്കില്ലേ? ഈ ഇതെങ്കിലും കൊണ്ട് കൊടുക്ക്. എന്നാ ഉറക്കെ പറ, കേൾക്കാൻ വയ്യ. ഇപ്പം ബ്രദർ ഡൗട്ട് ഉന്നയിച്ച കാര്യങ്ങളുണ്ടല്ലോ, മാതാവിൽ നിന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, മാതാവിന്റെ രക്തം ഇതിൽ വരുമോ എന്നൊക്കെ ചോദ്യം വന്നു എന്നുള്ള ചോദ്യത്തിന് ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിന് എന്തും സാധ്യമാണ്. അതാ, മാതാവിൽ നിന്ന് അണ്ടം എടുക്കാനും സാധ്യമാണ്. എന്തും സാധ്യം. അപ്പൊ ദൈവത്തിന് അസാധ്യമായ കാര്യമില്ല. ഇല്ല. അപ്പൊ അണ്ടം എടുത്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞേ, ബോഡി വരണമെങ്കിൽ ദൈവത്തിന് എന്ത് സാധ്യമാണ്? അണ്ടം എടുക്കാനും സാധ്യമാണ്. അതിനാണ് ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദൈവം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ഈ തർക്കിച്ച് നിങ്ങളുടെ ചോദിക്കട്ടെ. ഈ ആദം ഹവ്വയുടെ കാര്യം പറഞ്ഞ് തർക്കിച്ചല്ലേ? ആദത്തിൻ്റെ കാര്യം പറഞ്ഞ് ഈ ആദത്തെ നിൽക്ക് മൈക്ക് വെച്ചോ. ആദത്തെ നിർമ്മിച്ചപ്പോൾ ശൂന്യതയിൽ നിന്നല്ലല്ലോ, മണ്ണിൽ നിന്നെടുത്തല്ലേ നിർമ്മിച്ചത്? ആണോ? ഒരു വസ്തു ആവശ്യമായിരുന്നു. അപ്പോൾ യേശുവിനെ ഇവിടെ നിർമ്മിക്കണമെങ്കിൽ ആദത്തെ മണ്ണിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ യേശുവിനെ രണ്ടാം മാതാവാണ്. യേശുവിനെ മാതാവിൻ്റെ അണ്ടത്തിൽ നിന്ന് എടുത്തത്. തർക്കിക്കാൻ പറ്റുമോ? എന്താ വചനം എന്താ പറയുന്നത്? അല്ല, സ്ത്രീയുടെ അണ്ടം എടുക്കുകയാണെങ്കിൽ അതൊരു പുതിയ ബോഡിയല്ലേ ആവുന്നത്. പക്ഷെ ഓൾറെഡി വചനത്തിൽ പറയുന്നുണ്ട്, ഓൾറെഡി ഒരു ബോഡി സജ്ജമായിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അണ്ടം എടുക്കുകയാണെങ്കിൽ അവിടെ പിന്നൊരു പുതിയ ബോഡിയല്ലേ ഉണ്ടാവും. ശരി, അത് ക്ലിയർ ആക്കി തരാം. ഹല്ലേലൂയ. നിങ്ങളെല്ലാം ആ മേളിൽ വെച്ചിരിക്കുന്ന ബോഡിയെക്കുറിച്ച് എന്നോട് ചോദിക്കുന്നത്. യേശു ആരാധന, ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ. ഒന്ന് സ്തുതിക്കാമോ? നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ?
യേശുവേ ആരാധന 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 ദൈവമേ ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു കർത്താവേ, ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഇപ്പോൾ 1 രാജാക്കന്മാരിൽ 8:19 നിങ്ങൾ ബൈബിൾ എടുക്കേണ്ട ഞാൻ കാര്യം പറയാം. ദാവീദിൻ്റെ അരയിൽ നിന്ന് വരുന്ന സോളമനാണ് പള്ളി പണിയുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദാവീദിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന മകനാണ് സോളമൻ. അവനാണ് പള്ളി പണിയുന്നത്. അവൻ്റെ ദാവീദിനോട് പറയുന്നുണ്ട്, നിൻ്റെ ചെങ്കോൽ എന്നും നിലനിൽക്കുമെന്ന് പറയുന്നുണ്ട്. ഇപ്പം ദാവീദിൻ്റെ അരയിൽ നിന്ന് വരുന്ന ഒരു വംശമുറയിലാണ് ചെങ്കോൽ എന്നും നിലനിൽക്കുന്നത്. അതുകൊണ്ട് ദാവീദുമായിട്ട് ബന്ധമില്ല, ദാവീദിൻ്റെ ഒരു രക്തവും മാംസവും എടുത്തിട്ടില്ലെങ്കിൽ എങ്ങനെ യേശുക്രിസ്തു ദാവീദിൻ്റെ സന്തതിയായി മാറും? രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, മറിയയുടെ ജീൻസ് അല്ലെ ജീനുകൾ ഈ യേശുവിലില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ നിങ്ങൾ തള്ളിപ്പറയുക ചെയ്യുന്നത്. മനുഷ്യത്വം ഉണ്ടാകണമെങ്കിൽ മറിയയുടെ ജീൻസ് ഉണ്ടായേ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ജീനുകളെങ്കിലും സമ്മതിക്കാമോ നേഴ്സ്? അത് സമ്മതിക്കാമോ? പിന്നെ അല്ലെങ്കിൽ പിന്നെ DNA ടെസ്റ്റ് എങ്ങനെ നടക്കും? ഹല്ലേലൂയ. DNA ടെസ്റ്റ് എങ്ങനെ നടക്കും? അല്ല DNA ടെസ്റ്റ് എങ്ങനെ നടക്കും? അതിൽ ജോസഫില്ല. പിന്നെ ഇനി അടുത്തത് കേട്ടോണം, പിന്നെ എവിടാണ്ടോ ഒരു ബ്ലഡ് കണ്ട് അത് ടെസ്റ്റ് അടിച്ചപ്പോൾ അതിൻ്റെ അകത്ത് DNA ടെസ്റ്റിൽ മാതാപിതാക്കൾ ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലാബിൽ ഒരു തെളിവ് കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ വെറുതെയാണ്. ശരി, എല്ലാം പോട്ടെ. എബ്രായർ 2:17 എന്ന് പറഞ്ഞോ. എബ്രായർ 2:17 ഒന്ന് വായിച്ചോ. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യങ്ങളിൽ വിശ്വസ്ത പുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരാൻ ആവശ്യമായിരുന്നു. ഈ വചനം നിങ്ങൾ എന്തുകൊണ്ടാണ് പറഞ്ഞത്? തൻ്റെ സഹോദരന്മാർക്ക് സദൃശനായേ പറ്റത്തുള്ളൂ. ബ്ലഡും ഉണ്ട്. നേരത്തെ നമ്മൾ ബോഡിയിൽ നമ്മൾ കാണിച്ചതാണ്. അതുകൊണ്ട് തൻ്റെ ജനത്തിന് പാപപരിഹാരം വരുത്തണമെങ്കിൽ ജനത്തിൻ്റെ രക്തം സ്വീകരിച്ചേ പറ്റത്തുള്ളൂ യേശുവിന്. ഹല്ലേലൂയ. ഇനി ഇതെല്ലാം പോട്ട് നിങ്ങൾ പറഞ്ഞ വചനത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ തരാൻ പോകുകയാണ്. എബ്രായർ 10:5 നിങ്ങൾ വായിച്ചു നോക്കിയോ. ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് ആൻസർ തരാം. ആകയാൽ ലോകത്ത് വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരുന്നു. ഇത് ആര് പറയുന്ന വാക്കാണിത്? ആദ്യം നിങ്ങൾ അതിന് ഉത്തരം പറ. ഇത് ആരാ പറയുന്നത്? ദാവീദ് പറയാണോ യേശു പറയാണോ? യേശുവാ പറയുന്നത്. യേശു എന്താ പറയുന്നത്? ഒരു ശരീരം എനിക്ക് ഒരുക്കി. അത് ആരുടെ ശരീരമാ? എനിക്ക് വരാൻ വേണ്ടി നീ എനിക്ക് മുമ്പേ ഒരു ശരീരം ഒരുക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് ആരുടെ ശരീരമാ? ആരുടെ ശരീരമാണ്? യേശു പറയുന്നത് നീ എനിക്കായിട്ട് എന്ത് ഒരുക്കിയിട്ടുണ്ട്? ശരീരം ഒരുക്കിയിട്ടുണ്ട്. അത് ആരുടെ ശരീരം? അത് മാതാവിൻ്റെ ശരീരമാണ്. മാതാവ് നേരത്തെ സൃഷ്ടിക്കപ്പെട്ടതാ. മാതാവിൻ്റെ ശരീരമാണ് യേശുവാ പറയുന്നത്. പിന്നെ യേശു പറയാ ഞാൻ നിനക്ക് വേണ്ടി ശരീരം ഒരുക്കിയെന്നാണോ പറഞ്ഞത്? പൊട്ടിയോ നിങ്ങൾ? പൊട്ടും. ഒന്നുകൂടെ വായിച്ചോ. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരുന്നു. ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരുന്നു. ആ ശരീരമാണ് മാതാവ്. ഒരു ശരീരം എനിക്കൊട്ട് യേശുവാണോ പറയുന്നത്? ഹല്ലേലൂയ. അപ്പോൾ ആ ശരീരം ആരാ? നിങ്ങൾ എത്ര തർക്കിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് ആ ക്വസ്റ്റ്യനുമായിട്ട് എൻ്റെ അടുത്ത് വരണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് പറയാം, രണ്ടാം നൂറ്റാണ്ടിൽ ഈ വാലന്റിനിസം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വാലന്റൈൻ ഡേ അത് കേട്ടിട്ടല്ലോ. നീ പെട്ടെന്നാന്ന് പറഞ്ഞ് എന്താ കാര്യം? അപ്പം ഹല്ലേലൂയ. ആ ദിവസം അദ്ദേഹം ഒരു ഈജിപ്ഷ്യൻ ജ്ഞാനവതിയായിരുന്നു. കോപ്റ്റിക്കൽ ഈജിപ്ഷ്യൻ ജ്ഞാനവതിയായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, കുഴലിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നത് പോലെ ക്രിസ്തു മറിയത്തിലൂടെ ഒഴുകിപ്പോയി. ഇവരൊക്കെ പറഞ്ഞ പോലെ കുഴലിലൂടെ വെള്ളം ഒഴുകുന്നത് പോലെ ക്രിസ്തു മറിയത്തിലൂടെ ഒഴുകിപ്പോയി, കടന്നുപോയി. അപ്പോൾ ഒരു കുഴലായിട്ട് മാത്രമേ മറിയത്തെ വാലന്റിയൻ കണ്ടുള്ളൂ.
അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ സിദ്ധാന്തത്തെ ഇന്നത്തെ നൂറ്റാണ്ടിൽ വിളിക്കുന്നതാണ് ഇൻക്യുബേറ്റർ സിദ്ധാന്തം എന്ന് പറയും. എന്ത് സിദ്ധാന്തമാണ്? ഇൻക്യുബേറ്റർ. അതറിയാമോ നേഴ്സ്? ഇൻക്യുബേറ്റർ നേഴ്സ് പറഞ്ഞതും ആ സിദ്ധാന്തമല്ലേ? നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു നേഴ്സ് വന്നല്ലോ. എന്ത് നേഴ്സുമാരാരും മിണ്ടുന്നില്ല അല്ലേ? ഹല്ലേലൂയ. അങ്ങനെ ഐറേനീസിൻ്റെ, നിങ്ങൾ ഐറേനീസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഐറേനീസ് 130 ടു 202 ഐറേനീസിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അദ്ദേഹം എതിർത്തു, ഇങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. യേശു ഇങ്ങനെ കുഴലിലൂടെ ഇങ്ങനെ പോകുന്ന അത് ശക്തമായിട്ട് പുള്ളി എതിർത്തു. അങ്ങനെ എതിർത്തിട്ട് പറഞ്ഞു, അപ്പോൾ യേശു മറിയത്തിൻ്റെ ശരീരം സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടല്ല ഐറേനീസ് എതിർത്തത്, അങ്ങനെ ഒരു സിദ്ധാന്തം പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഐറേനീസ് എതിർക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഈ ഇത്രയും ഇത് വെച്ചുകൊണ്ട് നിങ്ങളിനി എത്ര തർക്കിച്ചാലും നിങ്ങളുടെ അകത്ത് ഒരു വിത്ത് വീണിട്ടുണ്ട്. മാതാവിൽ നിന്നാണ് യേശു ജനിച്ചതെന്നുള്ളത്. നിങ്ങൾ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോഴാലും അടിക്കും. അത്രയും സാധനം ഞാൻ ഇട്ട് തന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ തർക്കിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയും, പക്ഷേ ഇടപാട് തീർത്തിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ പറയും, ഇല്ല ഞാൻ വിശ്വസിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ നടക്കുമ്പോഴും പോകുമ്പോഴും ഇത് കിടക്കും. ഞാനരമുൻ. ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. നമുക്കൊന്ന് സ്തുതിക്കാം. ഒരു പാട്ട് പഠിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സി മൈനർ പഠിക്കാം. നീ എൻ്റെ വെളിച്ചം ജീവന്റെ തേളി. ആ വാക്ക് കണ്ടോ? നീ അഭയമല്ലേ. മാതാവ് മുഖാന്തരം അല്ലേ അഭയായത്? നീ അഭയമല്ലേ. കറക്റ്റ് അല്ലേ? വരി കറക്റ്റ് അല്ലേ? കൈവെടിയരുതേ കന്യാമറിയമേ കനിവിൻ കേദാരമേ. അത് എന്തൊരു പ്രകാശം നിങ്ങളുടെയൊക്കെ മുഖത്ത്. എന്തോ നഷ്ടപ്പെട്ടത് തിരിച്ചു വന്നാണക്കാ. ശരി, ഒരു പാട്ട് പഠിക്കോ? ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കണം കർത്താവേ. ഞങ്ങളുടെ അറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പാകണമേ. യേശുവേ ആരാധന, ആരാധന ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. നിത്യജീവൻ നീകുന്നു വചനം, സത്യമാർഗം നൽകുന്നു വചനം. നിത്യജീവൻ നീകുന്നു വചനം, സത്യമാർഗം നൽകുന്നു വചനം. മനുജനായി തീർന്ന വചനം യേശുവല്ലോ ജീവവചനം. ഓ നിത്യജീവൻ നീകുന്നു വചനം, സത്യമാർഗം നൽകുന്നു വചനം. നിത്യജീവൻ നീകുന്നു വചനം, സത്യമാർഗം നൽകുന്നു വചനം. മനുജനായി തീർന്ന വചനം യേശുവല്ലോ ജീവവചനം. ആ ദൈവത്തിൻ്റെ മുമ്പിൽ രക്ഷയ്ക്കായി ഞാൻ പോവുകയോ ചെയ്യത്തില്ല. എനിക്ക് കുലദൈവങ്ങളെ ഇഷ്ടമല്ല. ഹല്ലേലൂയ. അതിന് ഏത് തിയറിയിൽ ജനിച്ചതാണെങ്കിലും ശരി, ഞാൻ അങ്ങനെ ഒരു ദൈവത്തെ ആരാധിക്കുന്ന ഒരാളല്ല. എബ്രായ കുലത്തിൽ ജനിച്ച ഒരു മനുഷ്യ ദൈവത്തെ ആരാധിക്കാൻ എനിക്ക് സൗകര്യമില്ല. അതിനേക്കാളും നല്ലത് ആത്മാവായ ദൈവത്തെ ആരാധിച്ച് ജീവിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഇത് എൻ്റെ ഒരു പോളിസിയാണ്. നിങ്ങൾക്ക് എടുക്കണമെന്നില്ല. ഞാനെന്തിനാ വല്ല ദൈവങ്ങളെയും വല്ല കുടുംബത്തിൽ ജനിച്ച ഒരു മനുഷ്യനെ പിടിച്ച ദൈവമായിട്ട് ആരാധിക്കേണ്ട കാര്യം എനിക്കെന്ത്? നിങ്ങൾ എൻ്റെ ഈ പോളിസിയിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പറ. ഉണ്ടോ ഇല്ലേ? ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ജനിച്ച ഒരുത്തനെ നമ്മൾ ദൈവമായിട്ട് അങ്ങ് ആരാധിച്ചാൽ മതിയോ? എന്ത് തിയോളജിയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും അത് കറക്റ്റാണോ? അതിൻ്റെ കാര്യമൊന്നുമില്ല. നമുക്കെന്ത് യൂത കുടുംബം നമ്മളുമായിട്ട് എന്താ ബന്ധം? അവിടെ ഒരുത്തൻ ജനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. അതിനേക്കാളും നല്ലത് യഥാർത്ഥ ദൈവം, ആ ദൈവം ഞാനാകുന്നവൻ
ഞാനാകുന്നു, ഐ ആം ഹു ഐ ആം, ആ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു. അതാണ് ഏറ്റവും ബെസ്റ്റ്. വേറെ ഒന്നിൻ്റെ പുറകെ പോകത്തില്ല, അത് വേറെ വിഷയം. മനസ്സിലായോ? വേറെയൊക്കെ ദൈവങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒന്നും പുറകെ പോകത്തില്ല. അതിനേക്കാളും നല്ലത് ദൈവം ഇല്ലാതെ ജീവിക്കുന്ന നല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ക്വാളിറ്റി, ഈ ചിന്ത അനേകം പേരിൽ വന്നിട്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്ന ഇവരുടെ ഈ പഠനങ്ങൾ കേട്ട് മേരിയുടെ ശരീരത്തിൽ നിന്നാണ് യേശു ജനിച്ചതെന്ന്. അപ്പോൾ കുലദൈവമായി. കാരണം മേരി ജനിച്ചത് യോവാക്കിം എന്ന് പറയുന്ന ആളിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്. അതിന് തെളിവുണ്ട് അല്ലേ? കറക്റ്റ് അല്ലേ? യോവാക്കിം ജനിച്ചിരിക്കുന്നത് ആരിൽ നിന്നാണെന്നുള്ളത് തെളിവ് കിടപ്പുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ആ ജീൻസ് ആ കുടുംബത്തിൻ്റെയാണ്. ആ കുടുംബത്തിൻ്റെ ജീൻസിൻ്റെ പുറകെ ഞാൻ എന്തിനാ പോകുന്നത്? ഞാൻ എന്തിനാ ആരാധിക്കുന്നത്? അപ്പോഴേ കളയും, യാതൊരു സംശയമില്ല. ഇതിന് ശരിയായ ഒരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ, ഇതിന് ശരിയായ ഒരു ആൻസർ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഈ യേശുവിനെ ഇവിടെ വെച്ച് തന്നെ തീർക്കും, കളയും. കാരണം കുലദൈവത്തെ ആരാധിക്കാൻ സൗകര്യമില്ല. ഞാൻ എൻ്റെ മനസ്സിൽ കുലദൈവം അല്ല എന്നുള്ള ചിന്ത കാരണമാണ് ഞാൻ ഇന്നും യേശുവിനെ പ്രഘോഷിക്കുന്നത്. പക്ഷേ ഈ പ്രത്യക്ഷപ്പെടുന്ന മാതാവ് എന്ന് പറയുന്ന ആ സ്ത്രീ, അത് മാതാവാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. അവർ കൂടുതലും യേശുവിനെ കുലദൈവമാക്കാൻ ശ്രമിക്കുന്ന ആളാണ്. അല്ലേ? കറക്റ്റ് അല്ലേ? നിങ്ങൾ ഏത് പ്രത്യക്ഷീകരണവും നോക്കിക്കോ, അതെല്ലാം എൻ്റെയും ജോസഫിൻ്റെയും ആളാണ്. ശരിയല്ലേ? അതുകൊണ്ടാണ് അത് ഉൾക്കൊള്ളാത്തത്. കുലദൈവത്തെ ആരാധിക്കാൻ സൗകര്യമില്ല ഇപ്പം. ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിച്ചോ, ഞാൻ ഈ യൂത്ത് പിള്ളേരുമായിട്ട് ഞാൻ ഡസ്റ്റിൻ ബ്രദർ നേതൃത്വം നൽകിയ യൂത്ത് പിള്ളേരുമായിട്ട് പോകുന്ന സമയത്ത് ഡസ്റ്റിൻ പറഞ്ഞു, ബ്രദർ വരണം, ബ്രദർ വന്നിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞു. ചെന്നു. അപ്പോൾ പറഞ്ഞു, ബ്രദറെ നമുക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചു, യൂത്തിനെയും കൊണ്ട്. ഞാൻ പറഞ്ഞടാ ഹൈന്ദവ ക്ഷേത്രങ്ങൾ പഠിപ്പിക്കാനായിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ മീനാക്ഷി ടെമ്പിളിലേക്ക് പ്ലാൻ ചെയ്തു. അപ്പോൾ അവരുടെ ആദ്യമേ ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. ഇത് സ്റ്റഡിയാണ്, റിസർച്ചാണ്, നിങ്ങൾ ആ മൈൻഡ് വേണം എടുക്കാൻ. ഇതെല്ലാം പറഞ്ഞു കൊടുത്തു, നിങ്ങൾ എന്താണെന്ന് അറിയണം. പക്ഷെ ആ റിസർച്ചിന് വന്ന അനേകം പേർ ആത്മാവായ ദൈവത്തിലേക്ക് തിരിഞ്ഞു. അതാണ് സത്യം. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ കൊണ്ടുപോയപ്പോൾ എന്താണ് ഈ മീനാക്ഷി എന്ന് പറയുന്നത്? എന്താണ് മീനാക്ഷി ക്ഷേത്രം എന്ന് കേട്ടിട്ടില്ലേ? ഭയങ്കര ക്ഷേത്രമാണ്, കേട്ടിട്ടുണ്ടോ നിങ്ങളാര്? എന്താണ്? മധുര അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവിൻ്റെ മകളാണ് ഈ മീനാക്ഷി. ഏതോ ഒരു ജ്യോത്സ്യൻ വന്നിട്ട് പറഞ്ഞു, ഈ മീനാക്ഷി യഥാർത്ഥത്തിൽ പാർവതിയാണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ശിവൻ്റെ വൈഫ് പാർവതിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മകൾ പാർവതിയുടെ പുനർജന്മമാണ്. ഇത് ഒറിജിനൽ ഗോഡ് ദേവി, പാർവതി ദേവിയാണ്. അങ്ങനെ ആ റോയൽ ഫാമിലി മൊത്തവും മീനാക്ഷിയെ വളരെ പ്രാർത്ഥനയോടുകൂടി അവർ കാണാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ സുന്ദരേശൻ എന്ന് പേരുള്ള, നമ്മൾ സുന്ദരേശ എന്ന് കേൾക്കുമ്പോൾ ഈ പറക്കും തളിയ ഓർമ്മ വരും. പക്ഷെ അതല്ല, അല്ല ഞാൻ കറക്റ്റ് അല്ലേ? നമ്മളെപ്പോഴും കാണുന്നില്ലേ ഇത്? ഈ പറക്ക അല്ലേ സുന്ദര എന്ന് വിളിക്കുമ്പം നീ എന്നെ സൂചിപ്പിക്കണ്ടടാ എന്ന് പറയത്തില്ലേ? അപ്പോൾ എന്ന് പറയുന്ന ആ സുന്ദരേശൻ എന്ന് പറയുന്ന ആൾ ഈ പാർവതിയെ സ്നേഹിക്കാനായിട്ട് കടന്നു വന്നപ്പോൾ അവർ പറഞ്ഞു ഈ സുന്ദരേശൻ ശിവനാണെന്ന് പറഞ്ഞു. അങ്ങനെ സുന്ദരേശൻ ശിവൻ്റെ അവതാരവും ഈ മീനാക്ഷി പാർവതിയുടെ അവതാരമാണെന്ന് ധരിച്ചുകൊണ്ട്, അങ്ങനെ അവർ വിശ്വസിച്ചുകൊണ്ടാണ് അവരെ വിവാഹം കഴിപ്പിക്കുകയും അവരെ അവിടെ ജീവിക്കുക. അങ്ങനെ അവർ മരിച്ചുപോയി. അതിനുശേഷം അവരെ കുടിയിരുത്തിയ ക്ഷേത്രമാണ് മീനാക്ഷി ടെമ്പിൾ. അല്ല വേറൊന്നുമല്ല, അത് ഒരു രാജാവിൻ്റെ മോളാണ്. പക്ഷെ ആ മോൾ എങ്ങനെയാണ് അവതരിച്ചത്? അപ്പോൾ ആ രാജാവും ആ അമ്മ ആരായി മാറി? ദൈവത്തിൻ്റെ അമ്മ, തിയോട്ടോക്കസായി മാറി. പറഞ്ഞു മനസ്സിലായോ? ആ അമ്മ ആരായി മാറി? തിയോട്ടോക്കസാണ് ആ അമ്മ, ദൈവത്തെ വഹിച്ചവളാണ്. അപ്പോൾ ആ അമ്മയും അപ്പനെയും അവർ ബഹുമാനിക്കാൻ തുടങ്ങി. കാരണം റോയൽ ഫാമിലിയിൽ ദൈവങ്ങൾ ജനിക്കുക എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഒരു രസമാണ്. റോയൽ ഫാമിലിയാണോ ദൈവങ്ങൾ ജനിക്കണം, രാജകൊട്ടാരമാണ്. ഇപ്പം നമുക്ക് എക്സാമ്പിളായിട്ട് റോമിലൊക്കെ ഈ കത്തോലിക്ക സഭയിൽ 9 വയസ്സുള്ള മോൻ സെമിനാരിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അത് റോയൽ ഫാമിലി ആണെങ്കിൽ അവനെ പിടിച്ച് കർദിനാളാക്കും. വയസ്സ് എത്ര ഉള്ളൂ? 9 വയസ്സേ ഉള്ളൂ. പക്ഷെ ആരാ കർദിനാൾ? ഈ 9 വയസ്സുള്ള, കാരണം റോയൽ ഫാമിലിയാണ്. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ എൻ്റെ മോനാണ് ഈ സഭയുടെ കർദിനാൾ.
അത്ര അനുകൂലത്തായിരുന്നു. അന്നത്തെ ഒരു രീതി അതാ, ഒരു ഈഗോ, ഒരു പ്രസ്റ്റീജിൻ്റെ വിഷയം, ഇതൊക്കെയായിരുന്നു അന്നത്തെ രീതി. ഇതൊക്കെ സത്യസന്ധമായ കാര്യമാണ്. 9, 12 വയസ്സുള്ള 14 വയസ്സുള്ള പയ്യന്മാർ കർദിനാളിനായിട്ട് ഇരുന്നിട്ടുണ്ട്. ചരിത്രങ്ങളിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. 9 ആണോ 12 ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ബാലനാണ്, കർദിനാളിൽ ഇരുന്നിട്ടുണ്ട്. ശരി, ഓക്കെ. ഇത് അതായത് ഞാൻ പറയുന്നത്, മീനാക്ഷി സുന്ദരേശൻ കുലദൈവമാണോ? ആണോ അല്ലയോ? അതെങ്ങനെയാവും? ആ മധുര കുലത്തിലെ ദൈവമാണോ? അതിൻ്റെ ആരാ വന്നിരിക്കുന്നത്? പാർവതി ശിവനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ജനിച്ചത് എവിടെയാണ്? ഈ മധുര രാജാവിൻ്റെ ഫാമിലിയിലാണ് ജനിച്ചത്. പക്ഷേ അന്നേരം ഈ മീനാക്ഷി ആരുടെ മാളാണ്? ഈ രാജാവിൻ്റെയാണ്. അപ്പോൾ ഇതാരായി മാറി? ആ കുലത്തിലെ ദൈവമായി, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ പിറന്ന ആളായി. ഈ തിയറി പഠിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ കേട്ട യേശു ക്രിസ്തു ജനിച്ച ഈ മേരിയോളജിയും നിങ്ങളൊന്ന് ടാലി ചെയ്ത് നോക്കിയേ. സെയിം ആണോ? അപ്പോൾ പിന്നെ എന്തിന് ഈ യേശുവിനെ ആരാധിക്കണം? ഇത് കുലദൈവത്തിലെ ഗോഡാണ്. ഹല്ലേലൂയ. ഒരു ജൂതൻ്റെ കുലത്തിൽ ജനിച്ച ഒരു ദൈവം, ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ ഈ മീനാക്ഷിയിൽ പാർവതി ഉണ്ടെന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൽ യാഹ്വേ ഉണ്ടെന്ന് പറഞ്ഞു. വ്യാഖ്യാനിക്കാം, സുന്ദരമായിട്ട് വ്യാഖ്യാനിച്ചു തരാം, തർക്കിക്കാനൊന്നും പറ്റത്തില്ല. അതാണ്, അങ്ങനെ വ്യാഖ്യാനിച്ച് അടിച്ചിടാൻ പറ്റും നമുക്ക്. സ്തോത്ര, ഹല്ലേലൂയ, യേശു ആരാധന. അതുകൊണ്ട് അങ്ങനെ ഒരു മനുഷ്യൻ, അതായത് ഒരു ബുദ്ധിജീവിയും അങ്ങനെ വ്യാഖ്യാനിക്കാതിരിക്കാൻ വേണ്ടി പൗലോസ് ഒരു വചനം പറഞ്ഞു. ആ വചനമാണ് നമ്മൾ എടുക്കേണ്ടത്. 1 കൊരിന്തോസ് 15 47 വാക്യം. 1 കൊരിന്തോസ് 15 47 വാക്യം. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നും മണ്ണ് കൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. 15:47. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നും മണ്ണ് കൊണ്ടുള്ളവൻ. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ. അവൻ എങ്ങനെ ജനിച്ചവനാണ്? അവൻ മണ്ണെടുത്ത് മണ്ണിൽ നിന്ന് ജനിച്ചവനാണ് ഒന്നാം മനുഷ്യൻ. എന്നാൽ ആ രണ്ടാം മനുഷ്യനെ, ഒന്നാം മനുഷ്യനെ കാണുന്നത് കണക്ക് കാണാതിരിക്കാൻ പൗലോസ് വളരെ വ്യക്തമായി പറഞ്ഞു. എന്ത് പറഞ്ഞു? രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ള അവൻ സ്വർഗത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. അവൻ ഭൂമിയുടേതല്ല, അവൻ മണ്ണിൻ്റെതല്ല. മണ്ണിൻ്റെതാണെങ്കിൽ മാതാവ് വരും. പിടികിട്ടിയോ? മാതാവ് ഏതിൻ്റെയാ? മണ്ണിൻ്റെതാണ്. മണ്ണിൻ്റെ ആണെങ്കിൽ, കാരണം മാതാവ് സ്വർഗത്തിൽ നിന്ന് നേരിട്ട് വന്നതല്ലല്ലോ, അല്ലല്ലോ. മാതാവിൻ്റെ പാരമ്പര്യം വളരെ വ്യക്തമായിട്ട് കിടപ്പുണ്ട്. മണ്ണെന്ന് പറയുന്നത് ആദത്തെ എവിടെ നിന്ന് എടുത്തത്? മണ്ണിൽ നിന്ന്. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത് മണ്ണിൽ നിന്നുള്ളവൻ. യേശു സ്വർഗത്തിൽ നിന്നുള്ളവനാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ ജനനം സ്വർഗത്തിൻ്റെതാണെന്നാണ് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? അത് വായിച്ചോ. മണ്ണുകൊണ്ടുള്ളവരെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയരെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. ഇതിനെ മേരിയോളജിക്കാർ പറയുന്നത് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു മഹത്വത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിന് ശേഷം പൗലോസ് ആ അർത്ഥത്തെ എഴുതിയതാണ് എന്ന് പറയുന്നുണ്ട്. അല്ല, മണ്ണ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഇവിടെ വന്നത് കാരണം അർത്ഥം അതല്ല. റൈറ്റ്, കറക്റ്റാണ്. മണ്ണെന്ന് പറയുന്ന ഒരു സബ്ജക്റ്റും ആദോ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റും വന്നെങ്കിൽ നിങ്ങൾക്കറിയാം, വചനങ്ങൾ കേട്ട് നല്ല കഴിവുള്ള നിങ്ങൾക്ക് ആ വ്യാഖ്യാനം നന്നായിട്ട് മനസ്സിലാവും. ഞാനത് എക്സ്പ്ലനേഷൻ ചെയ്ത് ഇനി പന്നികൾക്ക് മുത്തുമണി ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഏകദേശം കത്തിയോ? പറ, ശരിയാണോ? യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ നോക്കിയിട്ട് പിതാവ് പറഞ്ഞു, നീ എൻ്റെ പ്രിയപുത്രൻ. പറഞ്ഞോ, നീ എൻ്റെ പ്രിയപുത്രൻ. പറഞ്ഞില്ലയോ? പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് യേശുവിനെ വിളിച്ചത്? പുത്രൻ. എന്നിട്ട് മാതാവിനെ നോക്കി, നീ എൻ്റെ പ്രിയ ഭാര്യ. വിളിച്ചോ? ഒരിടത്തെങ്കിലും വിളിച്ചില്ല. യേശു മാതാവിനെ നോക്കി എങ്ങനെ വിളിച്ചത്? സ്ത്രീ. മകളെന്ന് പോലും വിളിച്ചില്ല. എന്താ വിളിച്ചത്? സ്ത്രീ എന്നാ വിളിച്ചത്. എനിക്കും നിനക്കും തമ്മിലെന്ത്? ഈ തമ്മിലൊക്കെ ഇപ്പോൾ എടുത്ത് കളയുന്നുണ്ട്. എനിക്കും നിനക്കും എന്തെന്നാക്കി. എനിക്കും നിനക്കും തമ്മിൽ
എന്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ജനനത്തിൽ നിൻ്റെ പങ്കില്ലെന്നുള്ള അർത്ഥത്തിലാണ് സംസാരിക്കുന്നത്. നിന്നെ പാലൂട്ടിയ, നിന്നെ ചുമന്ന ഉദരങ്ങൾ എത്രയോ ഭാഗ്യമുള്ളവ. ഉണ്ണയേശു പറഞ്ഞു അതിനേക്കാളും ഭാഗ്യമുണ്ട് ഇവിടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ. ഹല്ലേലൂയ. അതിനേക്കാളും ഭാഗ്യമുണ്ട് ഇവിടെ വചനം കേൾക്കുന്നവർ. കറക്റ്റാണോ? ആ വചനം കറക്റ്റാണോ? യേശുവേ ആരാധന. അതിനേക്കാളും ഭാഗ്യമുള്ളവരാ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ. യേശുവേ ആരാധന. ഇതെല്ലാം ഹൈഡ് ചെയ്യും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. യേശു ഒരിടത്ത് വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം യേശുവിൻ്റെ അമ്മയും സഹോദരനും കാണാൻ വന്നു. ഉടനെ പറഞ്ഞു നിൻ്റെ അമ്മയും നിൻ്റെ സഹോദരനും കാണും. യേശു അങ്ങ് ചൂടായി. ഇത്രയും ദേഷ്യം ഞാൻ കണ്ടിട്ടില്ല സുവിശേഷത്തിൽ. ആരാടാ എൻ്റെ അമ്മയും സഹോദരനും, ആരാടാന്ന് വെച്ചുകൊണ്ട് ചെന്ന് അങ്ങനെ ചെന്ന് അല്ലേ? ബൈബിൾ ആയതുകൊണ്ട് മര്യാദയ്ക്ക് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആ വചനം ഒന്ന് എടുത്ത് ആരാ എൻ്റെ അമ്മയും സഹോദരൻ എന്ന് വെച്ചു. എനിക്ക് ഏത് വ്യവസ്ഥയിലാണ് സഹോദരങ്ങളുള്ളത്? ഏത് വ്യവസ്ഥയിലാണ് അമ്മയുള്ളത്? എൻ്റെ വചനം, ഇവിടെ വചനം കേൾക്കുന്നവരാണ് അമ്മയും സഹോദരങ്ങളും. ഉടനെ മേരിയോളജിക്കാർ വചനം ഏറ്റവും കൂടുതൽ കേട്ടത് മാതാവാണ്. അതുകൊണ്ട് മാതാവിനെ ഇൻഡയറക്റ്റായിട്ട് യേശു പറഞ്ഞതാണ് അവളാണ് അമ്മ, അവളാണ് സഹോദരി. ഇങ്ങനെ ഉടായിപ്പ് പരിപാടിയാണ് ഉള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചോളുക. 1 കൊരിന്ത്യർ 15:47 എന്താണ് വ്യക്തം? അവൻ സ്വർഗീയനാണ്. അവൻ മണ്ണിൽ നിന്നുള്ളവനല്ല, അവൻ സ്വർഗീയനാണ്. ഇനി നിങ്ങൾ മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായിട്ട് ഞാൻ തരട്ടെ. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 8:44 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്കതിൻ്റെ അകത്തൊരു കാര്യം യേശു പറയുന്നുണ്ട്. നിങ്ങൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നല്ലതായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 8:48 44. നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരിക്കുന്നു. അവനിൽ സത്യമില്ലായക കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല. ഇത് കേട്ടോണ്ട് 33 വായിക്കാമോ? 32 വായിക്കാമോ? നിങ്ങൾ ഈ ഭാഗം എല്ലാവരും എടുക്കുവോ? എടുക്കുമോ? 32. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ സത്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്, നിങ്ങളെ സ്വതന്ത്രരാക്കും. അടുത്തത് 33. അവർ അവനോട് ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ഞങ്ങൾ മണ്ണിൽ നിന്നുള്ള സന്തതികളാണ്. അടുത്തത് ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല. നിങ്ങൾ സ്വതന്ത്രന്മാർ ആകുമെന്ന് നീ പറയുന്നത് എങ്ങനെയെന്ന് ഉത്തരം പറഞ്ഞു. 34. അതിന് യേശു ആമേൻ 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 ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ എല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. ഇത് ആദത്തെ മുതൽ ഉൾപ്പെടെ പറഞ്ഞതാണിത്, അല്ലാതെ അവരോട് മാത്രമല്ല. ആദം മുതൽ ഉൾപ്പെടെ പാപത്തിന്റെ ദാസന്മാരാണ്. ഇനി 35. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. ഹല്ലേലൂയ. അതായത് ഇവന്മാരുടെ ജനനം പോലെ അല്ല എൻ്റെ ജനനം. അതതിൻ്റെ വ്യത്യാസം. ഇനി നിങ്ങൾക്ക് ക്ലിയറായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ നാൽപ്പത്തിയൊന്ന് വായിച്ചു. 8:41 വായിച്ചു. നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട് ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല, ഞങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ, ദൈവം തന്നെ എന്ന് പറഞ്ഞു. ഇത് യേശുവിനെ പറഞ്ഞതാണ്. യേശുവിനെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതാണ്. നിന്റെ അമ്മ പരസംഗത്താൽ നിനക്ക് ജന്മം നൽകിയതാണെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതാണ്. അടുത്തത് 42 വായിച്ചേ. യേശു അവരോട് പറഞ്ഞു, ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്നും വന്നിരിക്കുന്നു. ഞാൻ എവിടെ നിന്ന് വന്നിരിക്കുന്നു? ദൈവത്തിന്റെ അടുക്കൽ നിന്ന്. ഞാൻ എവിടെ? യേശു തന്നെ പറയുന്നു, ഞാൻ എവിടെ നിന്ന് വന്നു? ഞാൻ എന്ന് പറയുന്ന ആൾ വന്നത് ദൈവത്തിൽ നിന്നാണ് വന്നത്. ഹല്ലേലൂയ. ഞാൻ സ്വയമായി വന്നതല്ല, അവൻ എന്നെ അയച്ചതാകുന്നു. അവൻ എന്നെ അയച്ചതാകുന്നു. അവിടെ എല്ലാം ഞാൻ ഒന്നും പറയത്തില്ല, നിങ്ങൾ തന്നെ പറഞ്ഞുകൊള്ളണം. കാരണം നിങ്ങൾ തന്നെ
44 വായിച്ചോ. നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായ്കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല. അവൻ ഫോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്നും എടുത്തു പറയുന്നു. അവൻ ഫോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. ഞാനോ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. ഇതാണ് പറയുന്നത് ആ വചനത്തിൽ. ഇനി നമ്മൾ നേരെ വരേണ്ടത് 51 വരണം. ആമേൻ ആമേൻ. നിങ്ങൾ എല്ലാവരും വായിച്ചേ, എല്ലാവരും ഗ്രഹിക്കണം കേട്ടോ. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്റെ വചനം പ്രമാണിച്ചാൽ ഒരു നാളും മരണം അവന് ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു. കാരണം ഇദ്ദേഹം വന്നത് എവിടെ നിന്നാണെന്നുള്ളത് ഇതിൽ തന്നെ അർത്ഥമുണ്ട്. ഇനി അടുത്തത് 52 വായിക്കുമ്പോൾ, യഹൂദന്മാർ അവരോട്, നിനക്ക് ഭൂതമുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾ മനസ്സിലായി. അബ്രഹാമും പ്രവാചകന്മാരും മരിച്ചു, നീയോ എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം ആസ്വദിക്കില്ല എന്ന് പറയുന്നു. 57 വായിച്ചോ. യഹൂദന്മാർ അവനോട്, നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. യേശു അവരോട്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട് എന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. അതുകൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് പറയുന്നൊരു വചനമുണ്ട്. അവൻ ആത്മഹത്യ ചെയ്യാൻ പോയിരിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു ഭാഗം ഈ വചനത്തിൽ ഉണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവനെങ്ങാണ് ഇനി ആത്മഹത്യ ചെയ്യാൻ പോവുകയാണോ എന്ന് ചോദിച്ചപ്പോൾ യേശു പറയുന്ന മറുപടിയിൽ യേശു വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ താഴെ നിന്നുള്ളവൻ, ഞാനോ ഉന്നതത്തിൽ നിന്നുള്ളവൻ. ഹല്ലേലൂയ. നിങ്ങളെവിടെ നിന്നുള്ളതാണ്? നിങ്ങൾ ഭൂമിയുടേതാണ്, ഞാനോ ഭൂമിയുടേതല്ല. അതുകൊണ്ട് എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. യേശുവേ ആരാധന. യേശുവേ സ്തോത്ര. ഇത്രയും ക്ലിയറായോ നിങ്ങൾക്ക്? ആ വചനം വായിക്കാമോ? ഇത്രയും ക്ലിയറായോ? അപ്പോൾ ഒരു സൈഡിൽ അവരങ്ങനെ പറയുമ്പോൾ മറു സൈഡാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയില്ല. അദ്ദേഹം കൂടെ പറഞ്ഞു. 8:22 തന്നെ. 8 തന്നെയാണ് 22ാമത്തെ വാക്യം. എന്ന് അവൻ പറഞ്ഞതുകൊണ്ട് പക്ഷേ തന്നെത്താൻ കൊല്ലുമോ എന്ന് യഹൂദന്മാർ പറഞ്ഞു. അവൻ തന്നെ മരിക്കുമോ എന്നുള്ളത് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, നിങ്ങൾ ഈ ഭൂമിയിൽ നിന്നുള്ളത്, ഞാൻ മേലിൽ നിന്നുള്ളവൻ. ആമേൻ. ഇനി ക്ലിയർ ആക്കണോ? ഞാൻ എവിടെ നിന്നുള്ളതാണ്? ഞാൻ മേളിൽ നിന്ന്. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, ഞാൻ മേളിൽ നിന്നാണ് വന്നതെന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്ത് തട്ടും? എൻ്റെ അപ്പനും അമ്മയും തട്ടും. റൈറ്റ്, ശരിയല്ലേ? യേശുവിൻ്റെ ഉള്ളിൽ അല്പം പോലും തട്ടുന്നില്ല. പിന്നെ ഭൂമിയിൽ നിന്നുള്ളതാണെന്നുള്ളത് ഒരു അല്പം പോലും, ആ വാക്കിപ്പോലും ഇല്ല. ഞാൻ മേളിൽ നിന്ന് വന്നതാണ്. നിങ്ങൾ ഈ ലോകത്തു നിന്നുള്ളവർ. അപ്പോൾ യേശു കുലദൈവം അല്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഉറപ്പിക്കാം, കുലദൈവത്തെ അല്ല നിങ്ങൾ ആരാധിക്കുന്നത്, സർവശക്തനായ ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. കുലദൈവമായി യാതൊരു ബന്ധമില്ല. കുലദൈവം ആക്കാനാണ് ഈ പ്രത്യക്ഷപ്പെടുന്ന വിളിച്ച ദൂതനും ഈ മറ്റ് കുറെ എണ്ണം നടപ്പുണ്ട്. കുലദൈവം ആക്കണം, നടക്കത്തില്ല. നിങ്ങൾ സമ്മതിക്കരുത്. നിങ്ങളുടെ സുവിശേഷത്തിന്റെ ഒരു ഭാഗമാണ് യേശുവിനെ കുലദൈവമല്ല എന്ന് ജനങ്ങളെ പഠിപ്പിക്കേണ്ടത്. യേശുവേ ആരാധന. യേശുവേ സ്തുതിക്കുന്നു. ദൈവത്തെ സ്തുതിക്കണം നമുക്ക്. ഹല്ലേലൂയ. യേശുവേ ആരാധന. ആരാധന ദൈവമേ. ആരാധന ദൈവമേ. ഹല്ലേലൂയ. ഇനി ഞാൻ നിങ്ങളുടെ ചോദിക്കട്ടെ, മെൽക്കിസദേക്കിന് അമ്മയുണ്ടോ? സത്യം പറയണം. മെൽക്കിസദേക്കിന് അമ്മയുണ്ടോ? അപ്പനുണ്ടോ? ഇല്ല. പക്ഷെ മെൽക്കിസദേക്ക് ആർക്ക് തുല്യനാണ്? ആർക്കാണ്? ദൈവത്തിന് തുല്യനായിട്ട് നിൽക്കുകയാണ്. മെൽക്കിസദേക്ക് ഭൂമിയിൽ മനുഷ്യനായിട്ടാണോ വന്നത്? എങ്ങനെ യേശുവിൻ്റെ ശരീരം ഒന്ന് പഠിപ്പിക്കുമോ? ഞാൻ മനുഷ്യനായിട്ടാണോ വന്നത്? ആഹാരം കഴിക്കുമായിരുന്നോ? എല്ലാ ഫീലിംഗും ഉണ്ടായിരുന്നോ? പാപമൊഴികെ സകല ഇതിലും മനുഷ്യനെ പോലെ മെൽക്കിസദേക്ക് കാണപ്പെട്ടോ? പക്ഷെ ആ മെൽക്കിസദേക്ക് മനുഷ്യനോട് തുലനായി നിന്നോ? അബ്രഹാം മെൽക്കിസദേക്കിനെ മനുഷ്യ പുരോഹിതനായി, മനുഷ്യരിൽ തന്നെയുള്ള പുരോഹിതനായി കണ്ടോ? ഹല്ലേലൂയ. എന്നാൽ മെൽക്കിസദേക്കിന് മാതാവില്ല, പിതാവില്ല. ആമേൻ. ഹല്ലേലൂയ. എബ്രായർ 7:3 വായിക്കുമ്പോൾ
അവന് പിതാവില്ല. ആർക്കാണ് ഈ മെൽക്കിസദേക്കിന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവ അവസാനവുമില്ല. വംശാവലിയില്ല, ജീവാരംഭവും ഇല്ല, ജീവാവസാനവും ഇല്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. ദൈവപുത്രന് തുല്യനായി. ദൈവപുത്രന് തുല്യനാകണമെങ്കിൽ അവൻ എന്തില്ല? ദൈവപുത്രൻ എന്തില്ല? ആർക്ക് തുല്യനായിട്ടെന്ന് ഇവിടെ ശ്രദ്ധിച്ചേ. ഈ വംശാവലി ഇല്ല, പാരമ്പര്യമില്ല, മാതാവില്ല, പിതാവില്ല. ഇത്രയും പറയാനായിട്ട് തുല്യത കൊണ്ടുവന്നത് ആരോടാണ്? തുല്യത കൊണ്ടുവന്നത് ആരോടാണ്? ദൈവപുത്രനോടാണ് തുല്യത കൊണ്ടുവന്നത്. യേശുവേ ആരാധന, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് സ്തുതിക്കാം നമുക്ക്. യേശുവിനെ ഒരു കാരണവശാലും മനുഷ്യൻ്റെതായ ഒരു ഇതായിട്ട് നിങ്ങൾ കാണരുത്. മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമേ ഭൂമിയിൽ ജീവിച്ചത് നിങ്ങൾ കാണാൻ പാടുള്ളൂ. അങ്ങനെ നിങ്ങൾ ആരാധിക്കാവൂ. ഒരിക്കലും ഒരു സ്ത്രീയുടെ അണ്ടമെടുത്തുന്നോ യാതൊരുവിധ ഒരു കാര്യത്തിൽ പോലും നിങ്ങൾ പെട്ടുപോകരുത്. യേശുവേ ആരാധന. കാരണം മെൽക്കിസദേക്കിനെ എങ്ങനെ അവൻ ഭൂമിയിൽ മനുഷ്യനായിട്ട് എങ്ങനെ നിന്നോ അതേപോലെയാണ് യേശു ക്രിസ്തു. ഈ മെൽക്കിസദേക്കിനെ കാണിക്കാൻ തന്നെ ഉദാഹരണം വെച്ചിരിക്കുന്നത് ദൈവപുത്രനെയാണ്. ഇനിയും നമുക്ക് കാണാം എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 8-4 വാക്യം. എബ്രായർ 8-4 വാക്യം വായിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് പോവുകയാണ്. അവൻ ഭൂമിയിൽ ആയിരുന്നെങ്കിൽ പുരോഹിതൻ ആകുകയില്ലായിരുന്നു. ന്യായപ്രമാണ പ്രകാരം വഴിപാട് അർപ്പിക്കുന്നവർ ഉണ്ടല്ലോ. കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് നാല് മതി. മാതാവിൽ നിന്നുള്ള ശരീരമാണ് യേശു ക്രിസ്തു എടുത്തതെങ്കിൽ, ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വചനത്തിന്റെ വ്യാഖ്യാനോ പറയുന്നത്. മാതാവിൽ നിന്നുള്ള ശരീരമാണ് യേശു ക്രിസ്തു എടുത്തതെങ്കിൽ അവൻ ഭൗമികനാണ്. എന്നാൽ സ്വർഗത്തിലെ ശരീരത്തോടു കൂടിയാണ് വന്നതെങ്കിൽ അവൻ ആത്മീയനാണ്. മാതാവിൽ നിന്നുള്ള ശരീരം എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഭൗമികനാണെങ്കിൽ ഇവിടെ ഭൗമികന്മാർ തന്നെ പുരോഹിതന്മാരായിട്ടുണ്ട്. യേശു പുരോഹിതനാവേണ്ട കാര്യമില്ല. കാരണം ഇവിടെ അങ്ങനെ മനുഷ്യർക്കായിട്ട് ഒരു പുരോഹിത നിയമം ദൈവം നേരത്തെ സെറ്റ് ചെയ്തു. അത് മാറ്റിയിട്ട് വേറൊരു പുരോഹിതൻ കയറി ഭൗമിക സ്ഥാനത്തിരിക്കേണ്ട കാര്യമില്ല. അതിനാൽ സ്വർഗത്തിൽ നിന്നൊരുത്തൻ വന്ന് പുരോഹിതൻ രണ്ടാമതാകണം. യേശുവേ ആരാധന. 8:4 ഒന്നുകൂടെ വായിച്ചോ, എല്ലാവരും വായിച്ചേ. അവൻ ഭൂമിയിൽ ആയിരുന്നെങ്കിൽ പുരോഹിതൻ ആകുകയില്ലായിരുന്നു. ന്യായപ്രമാണ പ്രകാരം വഴിപാട് അർപ്പിക്കുന്നവർ ഉണ്ടല്ലോ. ന്യായപ്രമാണ പ്രകാരം ഭൗമികരായിട്ടുള്ളവർ വഴിപാട് അർപ്പിക്കുന്നവർ ഭൂമിയിലുണ്ടല്ലോ. നിരനിരയായിട്ട് ലേവ്യന്മാർ നിൽക്കുമല്ലേ. പിന്നെ അതുപോലെ തന്നെ കൊഹാത്ത് ഫാമിലിയിലെ പുരോഹിതർ നിൽക്കുകയല്ലേ. ഇനി അടുത്ത വായിച്ചോ. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതൻ ആകെയില്ലായിരുന്നു. ഭൂമിയുടേതായിരുന്നെങ്കിൽ ആവേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഭൂമി തന്നെ തുടരാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ആകേണ്ട കാര്യമില്ല. ന്യായപ്രമാണ പ്രകാരം വഴിപാട് അർപ്പിക്കുന്നവർ ഉണ്ടല്ലോ. കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലം ചെയ്യുവാൻ നോക്കുക എന്ന് അവരോട് അരുൾ ചെയ്തതുപോലെ അവർ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. യേശു ക്രിസ്തു സ്വർഗത്തിലാണ് നമ്മുടെ ശുശ്രൂഷ ചെയ്യുന്നത്. സ്വർഗത്തിലെ പുരോഹിതനാവാനാണ് അവൻ ഭൂമിയിൽ വന്നത്. ഹല്ലേലൂയ. നമ്മുടെ ആളായി വന്ന് നമ്മളോടൊപ്പം ജീവിക്കാനാണെങ്കിൽ നമ്മുടെ പോലെ അവനായിത്തീരണം. അവൻ അങ്ങനല്ല വന്നത്. സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി അവൻ മനുഷ്യ ശരീരം ധരിക്കുക ചെയ്തത്. നമ്മളോടൊത്ത് ഇവിടെ കഴിയാനാണെങ്കിൽ നമ്മുടെ ചർച്ചയ്ക്ക് വേണ്ടി മാതാവിൽ നിന്ന് ബ്ലഡ് എടുക്കണം, നമ്മുടെ ചാർച്ചക്കാരനാവാൻ. എന്നാൽ യേശുവിൻ്റെ ചാർച്ചക്കാരനാക്കി നമ്മളെ മാറ്റണമെങ്കിൽ ഹല്ലേലൂയ, സ്വർഗീയനായി ഇവിടെ വന്ന് അവൻ്റെ ശരീരത്തോട് നമ്മളെ ചേർത്ത് അവൻ്റെ ചാർച്ചക്കാരനാക്കി പിതാവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. ഇത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ? യേശുവേ ആരാധന. അതുകൊണ്ട് നമ്മുടെ അപ്പോൾ ജൂതൻ്റെ മാത്രം ചാർച്ചക്കാരനാവും യേശു ക്രിസ്തു. ഇന്ത്യക്കാരൻ്റെ എങ്ങനെയാവും? ആഫ്രിക്കക്കാരൻ്റെ എങ്ങനെയാവും? യൂറോപ്യക്കാരൻ്റെ എങ്ങനെയാകും? റോമക്കാരൻ്റെ എങ്ങനെയാവും? ബ്ലഡ് എടുക്കണമെങ്കിൽ മാതാവിൻ്റെ ബ്ലഡ് എടുത്താൽ യൂതൻ്റെ മാത്രമേ ആവത്തുള്ളൂ, കുലദൈവമേ ആവത്തുള്ളൂ. ലോകം മുഴുവൻ്റെ ആകണമെങ്കിൽ ലോകം മുഴുവനോടും ചേരുന്ന ഒരു രക്തം കൊടുക്കാൻ കർത്താവിനറിയാം. ഇനി ഞാൻ നിങ്ങളടുത്ത് ചോദിച്ചോളട്ടെ, യേശുവിനെ മരിച്ച് അടക്കം ചെയ്തു,
ആരാണ് യേശുവിനെ പാതാളത്തിലേക്ക് കൊണ്ടുപോയത് ആരാണ്? യേശു എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റ് വന്നത്? അവനിൽ തന്നെ അത് ചെയ്യാൻ പറ്റിയോ? ആരുടെയെങ്കിലും ഹെൽപ്പ് ആവശ്യം ഉണ്ടായിരുന്നോ? ആരെങ്കിലും ഉണ്ട്? അവനിൽ തന്നെ പ്രത്യക്ഷപ്പെടാൻ പറ്റിയോ? അവനിൽ തന്നെ അപ്രത്യക്ഷമാകാൻ പറ്റിയോ? അവനിൽ തന്നെ സ്വർഗാരോഹണം ചെയ്യാൻ പറ്റിയോ? അവനിൽ തന്നെ സ്ത്രീയിൽ ജനിക്കാനും പറ്റുമോ? ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഇതൊക്കെ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ഇതിനും കഴിവുണ്ട്. അങ്ങനെയുള്ളവനെ ആരാധിക്കുന്നോള്, അങ്ങനെയുള്ളവനെ ആരാധിക്കുന്നോള്, കുലദൈവങ്ങളെ ആരാധിക്കുന്നില്ല. സ്തോത്ര. ആമേൻ. യേശുവേ ആരാധന. ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവേ ആരാധന, ആരാധന ദൈവമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. കണ്ടോ 8:4 കണ്ടോ? ഭൗമികനായിരുന്നുവെങ്കിൽ അവന് ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. അവൻ സ്വർഗീയനായതിൻ്റെ പേരിലാണ് ഇവിടെ വന്നത്. അപ്പോൾ നമുക്കൊരു സംശയമുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. 7:11 കൂടെ ഒന്ന് വായിക്കാമോ ബ്രദറെ? എബ്രായർ 7:11. ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിന് കീഴിലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത് അഹരോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം? വേറൊരു പുരോഹിതൻ വരാൻ എന്താവശ്യം? മെൽക്കിസദേക്കിന്റെ മാതാപിതാക്കൾ ഇല്ലാത്തത്, വംശമുറ ഇല്ലാത്ത, അമ്മയില്ലാത്ത, അപ്പനില്ലാത്ത, ഭൂമിയിലെ അമ്മ അപ്പൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഇല്ലാത്ത മറ്റൊരു പുരോഹിതൻ വരണം. സ്തോത്ര. ഭൂമിയിലെ അമ്മയില്ലാത്ത, ഭൂമിയിലെ അപ്പനില്ലാത്ത മറ്റൊരു പുരോഹിതൻ വരണം. എന്നാലേ മെൽക്കിസദേക്കിനെ പ്രകാരമുള്ള പുരോഹിതനാകത്തുള്ളൂ. യേശുവേ ആരാധന. യേശുവേ സ്തുതിക്കുന്നു. അതൊന്ന് വായിച്ചോ, ഒന്നുകൂടെ വായിച്ചോ. ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിന് കീഴിലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത് അഹരോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം? പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം. എന്നാൽ ഇത് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അവൻ വേറൊരു ഗോത്രത്തിലുള്ളവൻ, ആ ഗോത്രത്തിൽ ആരും യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല. കണ്ടോ? അത് തന്നെ. യഹൂദിൽ നിന്നും നമ്മുടെ കർത്താവ് ഉദിച്ചു. യൂദാ ഗോത്രത്തിന്റെ ഒരു അർത്ഥം എങ്ങനെ വന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അടുത്തത്. യഹൂദയിൽ നിന്നും നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. ആ ഗോത്രത്തോട് മോശ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല. ജനസംബന്ധമായ കൽപ്പനയുടെ യഹൂദ ഗോത്രത്തിൽ നിന്ന് കർത്താവ് ഉദിച്ചു എന്ന് പറയുന്നത് മാതാവിൻ്റെ ശരീരത്തിൽ ഉദിച്ചു എന്നാണ് അർത്ഥം. ഉദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് അർത്ഥം. ഹല്ലേലൂയ. എങ്ങനെയാണ് അർത്ഥം? പ്രത്യക്ഷപ്പെട്ടു. നേരത്തെ ഉള്ള ആൾ പ്രത്യക്ഷപ്പെട്ടു. അയാൾക്ക് ഇഷ്ടമുള്ള കണക്ക് ശിശുവായി പ്രത്യക്ഷപ്പെടുക. സ്തോത്ര. ഹല്ലേലൂയ. യേശുവേ ആരാധന. യൂദാ ഗോത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഇനി അടുത്തെന്താണ്? യഹൂദിൽ നിന്നും നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. ആ ഗോത്രത്തോട് മോശ പൗരോഹിത്യം സംബന്ധിച്ച ഒന്നും കൽപ്പിച്ചിട്ടില്ല. ജനസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താൽ അല്ല, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാലുള്ളവായ വേറൊരു പുരോഹിതൻ മൽക്കിസദേക്കിന് സാദൃശ്യനായി ഉദിക്കുന്നു. ക്ലിയർ കട്ടായി. ഇനി അത് വ്യാഖ്യാനം ചെയ്യേണ്ടായില്ല. ആത്മാവുള്ളവർക്ക് ക്ലിയർ ആയില്ലേ? മെൽക്കിസദേക്കിന്റെ സാദൃശ്യനായി എന്ത് ചെയ്തു? ഉദിക്കുന്നു. വെയിൽ ഉദിച്ചു. അപ്പോൾ നമ്മൾ പറയാണ് വെയിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടായതാണ്, ഭൂമി സൃഷ്ടിച്ചതാണെന്ന് പറയാൻ പറ്റുമോ? നേരത്തെ വെയിലുണ്ടായിരുന്നു, വെയിൽ ഉദിച്ചു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാനിയേൽ പറയുന്നുണ്ട് ആരും തൊടാത്ത കല്ലെന്ന് പറയുന്ന ഭാഗം അറിയാമോ? മെൽക്കിസദേക്ക് കാണുന്ന വിഗ്രഹം, അതിൻ്റെ അകത്ത് ആരും തൊടാത്ത ഒരു കല്ല് വന്ന് ആ വിഗ്രഹത്തെ, ആ ആരും തൊടാത്ത കല്ലിനെ ആരായിട്ടാണ് വ്യാഖ്യാനം ചെയ്യുന്നത്? സഭ യേശുക്രിസ്തുവായിട്ടാണ്. അപ്പോൾ യേശുക്രിസ്തു എങ്ങനെയുള്ള കല്ലാണ്? പത്രോസ് ശ്ലീഹയും അത് തന്നെ പറയുന്നുണ്ട്. യേശുക്രിസ്തു ആരും തൊടാത്ത എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള ഒരു മനുഷ്യൻ്റെ സ്പർശനമേക്കാത്ത കല്ലാണ് യേശുക്രിസ്തു. ഞാൻ ആരാധിക്കുന്ന ദൈവം കുലദൈവമല്ല. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ.
യേശുവിന് ശേഷം AD 70 ജെറുസലേം ചർച്ച് പോയി. ഇത്രയും വർഷമായിട്ടും ചർച്ച് പണിയാൻ സമ്മതിക്കാത്തത് എന്താ? ഇത്രയും വർഷമായിട്ട് ആ ചർച്ച് പൊളിഞ്ഞു നടന്നത് എന്തുകൊണ്ട് അവിടെ ഒരു ബലിയർപ്പണം നടന്നില്ല? ബൈബിളിൽ പറയുന്നുണ്ട്. എബ്രായർ 9:8-9 നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, എബ്രായർ 8:9 അല്ല, എബ്രായർ 9:8 വായിച്ചോ. മൂങ്കൂടാരം നിലനിൽക്കുന്നിടത്തോളം, ഈ മുന്നേ ഉള്ള ഈ ജെറുസലേം കൂടാരം നിലനിൽക്കുന്നിടത്തോളം കാലം, വായിച്ചോ ജോയൽ. വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ 2 ബലിയർപ്പണം പറ്റത്തില്ല. ഒന്ന്, യേശുവിൻ്റെ തിരുശരീരത്തിൻ്റെ ഓർമ്മയിലുള്ള നമ്മുടെ അർപ്പണവും, യേശു പെസഹ കുഞ്ഞാടിൻ്റെ ഒരു അർപ്പണം കൂടെ എടുത്തിട്ടാണ് യേശുവിൻ്റെ മരണം. പാവപരിഹാര ബലിയും കൂടെയാണ് യേശുവിൻ്റെ. പഴയ നിയമത്തിലെ സകല ബലിയും അടങ്ങുന്നതാണ് യേശുവിൻ്റെ ബലി. ആ ബലി റിയലായി പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ ഇനി ആ ദേവാലയത്തിൽ ബലി നടത്താൻ സമ്മതിക്കുമോ ദൈവം? ഇല്ല. അതാണ് പൗലോസ് പറയുന്നത്. എന്താണ് പറയുന്നത്? മൂങ്കാടാരം നിലനിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല എന്ന്. അതായത് ആര് തൊടാത്ത വിശുദ്ധ മന്ദിരം മുകളിലേക്കുള്ള വഴി തുറന്നില്ല. അത് കഴിഞ്ഞ് എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ആദ്യ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. അതിന് ഒത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും. ആദ്യ കൂടാരം എന്ന് പറഞ്ഞാൽ ഇത് ഈ ജെറുസലേം, അത് പോയാലേ പുതിയത് വഴി തുറക്കത്തുള്ളൂ. സ്തോത്രം. അത് പോയിപ്പിച്ചു, വഴി തുറന്നു. ഇനി ആ വഴി അത് എപ്പോൾ വരുന്നോ അടയും. ഇത് നോട്ട് ചെയ്തോണം. അത്ര പവറോടുകൂടി വന്നവൻ ഒരു കുലത്തിലെ ദൈവമാക്കണം. അടയാള സഹിതം 2000 വർഷമായി ഓപ്പണായിട്ടില്ല. 2000 നൂറ്റാണ്ടായി കിടക്കുകയാണ്. ഇതുവരെ അവിടെ ഒരു പാവപരിഹാര ബലി നടക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അത്ര തെളിവോടുകൂടിയാണ് ജീസസിൻ്റെ ബലിയർപ്പണം നടന്നിരിക്കുന്നത്. ആ ബലിയർപ്പണത്തെ എങ്ങനെയെങ്കിലും വ്യാഖ്യാനം കൊണ്ട് കൊളവാക്കണം. വിട്ടുകൊടുക്കരുത് ഒരൊറ്റ സുവിശേഷകരും. യേശു ആരാധന. ഹല്ലേലൂയ. ഇനി അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, യേശു ജനിച്ചതിനെ കുറിച്ച് അപ്പോസ്തലന്മാർ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് എടുത്തു നോക്കാം. എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 7:14 നിങ്ങളൊന്ന് വായിക്കുക. യഹൂദരിൽ നിന്നും നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. 15 ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറൊരു പുരോഹിതൻ. ആമേൻ. ആ വാക്യം ഒന്നുകൂടെ ഒന്ന് നോട്ട് ചെയ്തേ. നിങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ചേ. ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, ജഡസംബന്ധമായ കൽപ്പനയാലുള്ള ജനനത്താലല്ല. സ്തോത്ര. ഹല്ലേലൂയ. അല്ല, മറിച്ച് ഒരിക്കലും അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറൊരു മഹാപുരോഹിത. എങ്ങനെയാണ് ഉളവായതെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. യേശു എങ്ങനെയാണ് ഉദിച്ചത് വളരെ വ്യക്തമാണ്. എങ്ങനെ ഉദിച്ചത്? ഒരിക്കലും ആർക്കും അഴിക്കാൻ പറ്റാത്തത് ജീവന്റെ ശക്തിയാൽ. ഈ ശരീരത്തിലേക്ക് വന്നപ്പോൾ എന്തുണ്ടായി? ഒരു അണ്ടം എടുക്കണ്ട, അവിടെ എന്തുണ്ടായി? ജീവന്റെ ശക്തിയാൽ ഉളവാകുകയാണ്. ഹല്ലേലൂയ. ഈ ജീവന്റെ ശക്തി പാതാളത്തിലേക്ക് പോയില്ലേ? ആരുടെയും ഹെൽപ്പില്ലാതെ. സ്തോത്രം. അതേപോലെ തന്നെ ജീവന്റെ ശക്തിയാൽ ഉളവായ വേറൊരു പുരോഹിതൻ. ആ പുരോഹിതനെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെയാണ് അത് വന്നത്. അടുത്തത് എന്താണ്? മൽക്കീസദേക്കിന് സദൃശ്യം. 16 വായിച്ചോ. വേറൊരു പുരോഹിതൻ മെൽക്കിസദേക്കിന് സദൃശ്യമായി ഉദിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വ്യാഖ്യാനത്തിന്റെ പൂർത്തീകരണം മെൽക്കിസദേക്കിനെ കൊണ്ട് പൗലോസ് ഇട്ടിരിക്കുന്നുണ്ടോ? നമ്മൾ പറയുന്നത് കറക്റ്റാണ്. മെൽക്കിസദേക്കിന് മാതാവ് പിതാവില്ല. അതാണ് 17ാമത്തെ വാക്യം. നീ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ എന്നല്ലോ സാക്ഷീകരിച്ചിരിക്കുന്നത്. 26 വായിച്ചോ. എന്നേക്കും പുരോഹിതനാണ്, മാറ്റമൊന്നുമില്ല. ഇനി ഒരു സ്ത്രീയിൽ നിന്നും ജനിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കണ്ട. എന്നേക്കും മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം. ഇനി എവിടെയെങ്കിലും യേശു 2ാമത് സ്ത്രീയിൽ നിന്ന് ജനിക്കാൻ പോന്നു, ദാ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓടുവോ? ഇനി കാരണം എന്നേക്കുമാണ് മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം. ഇനി 7:26 വായിച്ചോ. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. ഇങ്ങനെയുള്ളവൻ നമുക്ക് മതിയെന്ന്. സ്തോത്ര. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള പുരോഹിതൻ എന്താണ് നമുക്ക്
മതി, വേറൊരുത്തം വേണ്ട. യേശുവേ ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഇനി ഒരു വചനം കൂടെ വ്യാഖ്യാനം ചെയ്യാം. നമുക്ക് നേരത്തെ നിങ്ങളെ ഞാനൊന്ന് തെറ്റിദ്ധരിപ്പിച്ച ഒരു വചനമുണ്ട്. എബ്രായർ 10:5 വീണ്ടും എടുക്കാം നമുക്ക്. എബ്രായർ 10. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരുന്നു. എനിക്ക് നീ ഒരുക്കിയിരിക്കുന്നു. അതായത് ഇവിടെ വളരെ ശ്രദ്ധിക്കുക. ലോകത്തിൽ വരുമ്പോൾ, ലോകത്തിലേക്ക് ഞാൻ വരുമ്പോൾ, ആത്മാവായ ഞാൻ ലോകത്തിലേക്ക് വരുമ്പോൾ വഴിപാടോ ലോകത്തിലുള്ള വഴിപാടോ ഹനനയാഗോ ഒന്നും ഞാൻ ഒന്നും അവിടുന്ന് ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അവിടുന്ന് എനിക്ക് ഒരു ശരീരം, വേറാക്കല്ല, ദൈവത്തോട് പറയുന്ന വാക്കാണ്. അവിടുന്ന് എനിക്ക് ലോകത്തിൽ നടക്കാനായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. അല്ലാതെ ഒരു മാതാവിനോട് പറഞ്ഞ വാക്കല്ല അത്. അല്ലെന്നുള്ളതിൻ്റെ തെളിവ് തരാം. വായിച്ചോ, താഴോട്ട് വായിച്ചോ. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. ന്യായപ്രമാണ പ്രകാരം കഴിച്ചിരുന്ന യാഗങ്ങളും വഴിപാടുകളും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തതിനെ സ്ഥാപിക്കാൻ ഒന്നാമത്തതിനെ നീക്കിക്കളയുന്നു. ആമേൻ. ഇതാരെ കുറിച്ചാണ് പറഞ്ഞത്? യേശുക്രിസ്തു. പ്രൈസ് ലോർഡ്. ആമേൻ. നിങ്ങളെ ഞാൻ മിസ്ലീഡ് ചെയ്തതാ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ. നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ താഴോട്ട് നോക്കിയിട്ട് തർക്കിക്കണമായിരുന്നു. അടുത്ത വചനത്തിൽ ക്ലിയറാ. ഈ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അത്രേ ഉള്ളൂ. നിങ്ങൾക്കത് മനസ്സിലായോ? ഞാൻ നിങ്ങളെ മിസ്ലീഡ് ചെയ്ത ആ വചനം വെച്ചുകൊണ്ട്. ഈ മേരിയോളജിക്കാരും ഇങ്ങനെ ചെയ്യാറുണ്ട്, അതുകൊണ്ട് ഞാനും ചുമ്മാ ചെയ്തതാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു നിങ്ങളാരെങ്കിലും പൊക്കിക്കൊണ്ട് താഴത്തെ വായിച്ച് പൊക്കിക്കൊണ്ട് തിരിച്ചടിക്കുമെന്ന് വിചാരിച്ചു. ഹല്ലേലൂയ. ആ പറഞ്ഞിരിക്കുന്ന യേശുവിനെ കുറിച്ചാണ് പറഞ്ഞത്. അതാരാ പറഞ്ഞ യേശുവിനെ കുറിച്ചാണെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞെങ്കിൽ നമ്മളത് വിശ്വസിച്ചേ പറ്റൂ. ശരിയല്ലേ? അപ്പോസ്തലനായ പൗലോസ് പറയുന്നു അത് യേശുവിനെ കുറിച്ചാണെന്ന് പറയുന്നു. കറക്റ്റ് അല്ലേ ബ്രദറെ? തർക്കമുണ്ടോ അതിൻ്റെ അകത്ത്? ഇല്ലല്ലേ? അതായത് അപ്പോസ്തലനായ പൗലോസ് സങ്കീർത്തനത്തിലെ ഈ വചനം അപ്പോസ്തലനായ പൗലോസ് പറയാണ് അത് യേശുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. 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 യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പോൾ യേശു എങ്ങനെയാണ് വന്നത്? മറന്നു പോകരുത്. യേശു എങ്ങനെയാണ് ജനിച്ചത്? എങ്ങനെയാണ്? യേശു ജീവന്റെ ശക്തിയാൽ. യേശു നേരത്തെ തന്നെ ദാവീദിന്റെ കാലത്ത് തന്നെ യേശുവിന് ശരീരം സജ്ജമാക്കപ്പെട്ടിരുന്നു. അത് ജീവന്റെ ശക്തിയാൽ പ്രത്യക്ഷപ്പെടുക അല്ലെങ്കിൽ ഉദിക്കുക, ഇതാണ് ചെയ്തിരിക്കുന്നത്. അവന് മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം അവൻ അമ്മയില്ല, അപ്പനും ഭൂമിയിൽ ഇല്ല. ഉദിക്കാൻ ഒരു സ്ത്രീ പാപം ചെയ്തത് കാരണം ഒരു സ്ത്രീയെ ദൈവം തന്നെ എടുത്ത് അവൾ പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവളെ തൻ്റെ കൃപ കൊണ്ട് അവളെ ശുദ്ധീകരിച്ച്, മറിയമേ നിന്റെ മേൽ കൃപ നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവളുടെ പാപം ദൈവം നോക്കാതെ, അവളുടെ ജന്മപാപം പോലും ദൈവം നോക്കാതെ കൃപ കൊണ്ട്, അതായത് അവൾ ചെയ്തത് കൊണ്ടോ അവൾ ജനിച്ചതോ കൊണ്ടോ ലഭിക്കുന്നതല്ല കൃപ. മാതാവിൻ്റെ പ്രവൃത്തി മൂലം ലഭിക്കുന്നതല്ല കൃപ എന്ന് പറയുന്നത്. നമുക്കൊരു യോഗ്യതയില്ലാതിരിക്കെ വന്ന് പ്രവേശിക്കുന്നതാണ് കൃപ. അപ്പം ആ കൃപ മാതാവിൻ്റെ മേൽ വന്നിട്ട് പറയാണ് കൃപ നിൻ്റെ മേൽ നിറഞ്ഞിരിക്കുവാണെന്ന് പറഞ്ഞാൽ നിൻ്റെ പൂർവിക പാപങ്ങൾ, നിൻ്റെ ചെയ്തു കൂട്ടിയ നീ ചെയ്ത പാപങ്ങളോ ഒന്നും ഞാൻ നോക്കുന്നില്ല. എൻ്റെ കൃപ ഇതാ വചനം മാംസമാവാൻ വേണ്ടി നിന്നെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അല്ലാതെ ഈ മേരിയോളജിക്കാർ കൃപ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നടക്കുന്ന മാതാവിൻ്റെ മുമ്പിൽ കണ്ടപ്പോൾ മാലാഖ പോലും നിന്ന് വരച്ചു പോയി ആ കൃപ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന കണ്ടിട്ട്. ഇങ്ങനെയാണ് ഞങ്ങളെയൊക്കെ
മിസ്ലീഡ് ചെയ്തത്. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല. കൃപ എന്ന് പറയുന്നത് ഒരു അർഹതയില്ലാത്ത, നമുക്കത് വാങ്ങിക്കാൻ ഒരു അർഹതയില്ല. ദൈവത്തിൻ്റെ സ്നേഹത്താലും കരുണയാലും ദയയാലും നമ്മുടെ മേൽ വന്നിറങ്ങുന്നതിൻ്റെ പേരാണ് കൃപ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ മാതാവിൻ്റെ മുമ്പിൽ കൃപ നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ദൈവം ദാനമായി മാതാവിന് കൊടുക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ആ കൃപ നിറഞ്ഞതിന് ശേഷം പറയുവാണ്, കൃപ നിറയുക എന്ന് പറഞ്ഞാൽ യേശു മാതാവിൻ്റെ അകത്തേക്ക് വരുമ്പോൾ തന്നെ കൃപ നിറയുകയാണ്. യേശുവാണ് കൃപ എന്ന് പറയുന്നത്. അപ്പോൾ ആ കൃപ മാതാവിൽ നിറയുകയാണ്. നിറഞ്ഞിട്ട് മാതാവിൽ എങ്ങനെയാണ് നിറയുന്നത്? ജീവൻ ശക്തിയായി, ഹല്ലേലൂയ, ജീവൻ എങ്ങനെയാണ്? ശക്തിയായി മറിയത്തിൽ ഉദിച്ചു. ഈ ശരീരം നേരത്തെ സജ്ജമാക്കി, അല്ലെ ഈ ഭ്രൂണം നേരത്തെ സജ്ജമാക്കി ഉദിച്ചു. യേശുവേ ആരാധന. അപ്പൊ നേരത്തെ അത് ഉണ്ടായിരുന്നു, അത് വന്നിട്ട് ജീവൻ ശക്തിയായ ജീവനായി ഒരു മെൽക്കിസദേക്കിന്റെ പ്രകാരമുള്ള ക്രമപ്രകാരമുള്ള ഒരു പുരോഹിതനായി ഉദിച്ചു. അതോ അല്ലെങ്കിൽ ഇത് കുലദൈവമായി മാറും. അതുകൊണ്ട് മാതാവിന് ഈ കൃപ നിറഞ്ഞ്, മാതാവ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, മാതാവ് സുവിശേഷത്തിന് സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് മാതാവ് ഒരിക്കലും തള്ളപ്പെട്ടില്ല. മാതാവിൻ്റെതായ സ്ഥാനം നൽകി ദൈവം അവളെ അലങ്കരിച്ചു. അത് അങ്ങേയറ്റം വിശ്വസിക്കുന്നതാണ് ജീസസ് വിഷൻ ടീം. ഹല്ലേലൂയ. മാന്യമായ സ്ഥാനം കൊടുത്തു, അലങ്കരിച്ചു. അവളെ കണ്ട് നമ്മളും അതുപോലെ. മാതാവ് ഏറ്റവും ലാസ്റ്റ് ക്രൂശ് മരണത്തിന് ശേഷമാണ് കൂടുതൽ ഫോളോവർ ആയത്. ഹല്ലേലൂയ. അതിനു മുമ്പ് നസ്രത്തിൽ തന്നെയായിരുന്നു. യേശുവിനെ ചുമന്ന മറിയത്തെ നമ്മൾ ബഹുമാനിക്കണം, മറിയത്തെ ആദരിക്കണം. അതിലൊന്നും ഒരു പങ്കവും നിങ്ങൾ വരുത്തരുത്. ഒരു മനുഷ്യനെയോ ഒരു പാസ്റ്ററിനെയോ ഒരു പുരോഹിതനെയോ ഒരു മെത്രാനെയോ ബഹുമാനിക്കുന്നതിനേക്കാൾ കൂടുതൽ ബഹുമാനിക്കേണ്ടത് മാതാവിനെ തന്നെയാണ് ബഹുമാനിക്കേണ്ടത്. അത് ഞാൻ എടുത്തു പറയുന്നു. പക്ഷേ മാതാവിൻ്റെ കുലത്തിലാണ് യേശു ജനിച്ചതെന്നുള്ളത് ആ പരിപാടി നടക്കത്തില്ല. യേശു വഴിയാണ് മാതാവ് ഉൾപ്പെടെ രക്ഷപ്പെടാൻ. യേശുവിൻ്റെ ഉദ്ധാനമാണ് മാതാവ് ഉൾപ്പെടെ പരിശുദ്ധാത്മാവിൽ നിറയാൻ ഇടയായതെന്നാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അതായത് യേശുവിന് എല്ലാ മനുഷ്യരെയും യേശു പരിശുദ്ധാത്മാവിൽ നിറച്ചു. അതാണ് യേശു. അപ്പോൾ അവിടെയാണ് യേശു ദൈവമായി മാറുന്നത്, ദൈവമായി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. അല്ലാതെ മാതാവിൻ്റെ അണ്ടത്തിൽ നിന്ന് ജനിക്കുന്ന യേശു ക്രിസ്തു പിന്നെ ഉയർത്തെഴുന്നേൽക്കുന്നു, പോകുന്നു, പിന്നെ മാതാവിലേക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നു. എന്തോ ഒരു വ്യാഖ്യാനം. അതിൻ്റെ അകത്തൊക്കെ ക്രോസ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ പെട്ടുപോകും അതിൻ്റെ അകത്തൊക്കെ. ഹല്ലേലൂയ. എന്നാൽ ഒരു സംശയമില്ലാതെ നിങ്ങൾക്ക് യേശുവിൽ വിശ്വസിക്കാം. അവൻ ഉദിക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് വിശ്വാസമായോ? ഉദിക്കുകയാണ് ചെയ്തത്. അത് ഉദിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ട്? നമ്മൾക്ക് വേണ്ടി രക്തം തരാനും നമ്മളെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകാനും നിത്യജീവനിലേക്ക് എടുക്കാൻ വേണ്ടി ദൈവം നമ്മളെ സ്നേഹിച്ചത് കാരണമാണ് യേശുവിനെ അങ്ങനെ ആക്കി മാറ്റിയത്. പിതാവ് നമ്മളെ അത്രമാത്രം സ്നേഹിച്ചു. നമ്മളെ എത്രയും വേഗം മേളിൽ പിതാവിൻ്റെ കൂടെ ഇരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്രകാരം യേശുവിനെ ഒരു ജീവൻ്റെ ശക്തിയാൽ ഉദിപ്പിക്കുകയും വചനം പറയിപ്പിക്കുകയും നമ്മളെപ്പോലെ ജീവിക്കാൻ ശീലിക്കുകയും സ്ത്രീ ആസക്തിയോടെ നോക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എങ്ങനെ ജീവിക്കണം, പിതാവുമായി കണക്ട് ചെയ്ത് ജീവിക്കണം എന്നുള്ളത് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയൊക്കെ യേശു ക്രിസ്തു ചെയ്തു നമുക്ക് മാതൃക കാണിച്ചു തന്നു. അത് പിതാവ് നമ്മളെ സ്നേഹിച്ചത് കാരണമാണ്. യേശുവേ ആരാധന. ദൈവത്തെ സ്തുതിക്കാം നമുക്ക് എല്ലാവർക്കും.